കേരളത്തിന് എന്തായാലും മെയ് 9 നമ്മൾ ജയിക്കും. നമ്മൾ ജയിച്ചാൽ ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ മുഖ്യമന്ത്രി ചിലപ്പോ ഇവിടെ ഇരിക്കുന്ന രമേശായിരിക്കും. അല്ല, എനിക്ക് അറിയില്ല. ചിലപ്പോ രമേശ് പറയുന്നത് പാർട്ടി തീരുമാനിക്കുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞത് അതുകൊണ്ട് ഇപ്പോൾ രമേശിന്റെ വലത്ത് ഹരീഷ് മാമൻ ഇരിക്കുന്നത് പോലെ അസംബ്ലിയിൽ രമേശിന്റെ വലത്ത് ഹരീഷ് മാമൻ എന്നായിരിക്കും. ഇതൊന്നും ഇപ്പൊ ചർച്ച ചെയ്യേണ്ട വിഷയമല്ല. ഇപ്പൊ നമ്മൾ ഗവൺമെന്റ് വരിക, കേരളത്തിലെ ജനങ്ങളുടെ ആഗ്രഹം ഒരു പുതിയ ഗവൺമെന്റ് വരിക എന്നുള്ളതാണ്. അല്ല വേറെ ഒരു വിഷയം ചർച്ച ചെയ്യാൻ എനിക്ക് താല്പര്യമില്ല. അതൊന്നുമില്ല. അതൊക്കെ ഓരോരുത്തർക്ക് ഇഷ്ടമുള്ളവർ ഒരു ചർച്ചയും കോൺഗ്രസിലില്ല, ഒരു ചർച്ചയില്ല. കാരണം മുതിർന്ന നേതാക്കന്മാർ തമ്മിൽ കൃത്യമായ ധാരണയുണ്ട്. അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിക്ക് ഒരു പ്രൊസീജിയർ ഉണ്ട്. ആ പ്രൊസീജിയർ അനുസരിച്ച് തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ തെലങ്കാനയിലും കർണാടകത്തിലും ചെയ്തതുപോലെ ഒരു മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുക്കുക. അതിന്റെ അപ്പുറത്തേക്ക് വരുന്നു. നമസ്കാരം. മുഖ്യമന്ത്രി സ്ഥാനത്തിനായുള്ള 3 നേതാക്കളുടെ അവകാശവാദം, അതുമൂലം ഉണ്ടാകാൻ പോകുന്ന തർക്കവുമാണ് കോൺഗ്രസിനെ സ്നേഹിക്കുന്നവർക്ക് പോലും ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ആശങ്കയുണർത്തുന്ന കാര്യം. തർക്കമുണ്ടാകില്ലെന്നും മുഖ്യമന്ത്രിയെ തെരഞ്ഞെടുപ്പിന് ശേഷം ഹൈക്കമാൻഡ് തീരുമാനിക്കുമെന്നുമാണ് നേതാക്കൾ ആവർത്തിച്ചു പറയുന്നത്. പക്ഷേ ഉണ്ടാകാൻ പോകുന്ന പൂരത്തിന്റെ സാമ്പിൾ വെടിക്കെട്ടാണ് സ്ഥാനാർത്ഥി നിർണയത്തിൽ കണ്ടത്. സുധാകരനെ അനുനയിപ്പിക്കാനും സ്ഥാനാർത്ഥികളെ വീതം വെക്കാനും എടുത്തത് 4 ദിവസമാണ്. പല പൊട്ടിത്തെറികളും ഉണ്ടായെങ്കിലും സുധാകരനെ അനുനയിപ്പിച്ച് പഴി മുഴുവൻ മാധ്യമങ്ങൾക്ക് നൽകി മുഖം രക്ഷിച്ചു. പ്രചാരണം ചൂടുപിടിക്കുമ്പോൾ അധികാരം കിട്ടിയാൽ ആര് മുഖ്യമന്ത്രിയാകണമെന്നതിനെ ചൊല്ലി കോൺഗ്രസിൽ അഭിപ്രായ പ്രകടനങ്ങൾ ചൂടുപിടിക്കുകയാണ്. കെ സുധാകരനും PJ കുര്യനുമാണ് ചെന്നിത്തലയ്ക്ക് വേണ്ടി രംഗത്തിറങ്ങിയിരിക്കുന്നത്. പിന്തുണയിൽ സന്തോഷമുണ്ടെങ്കിലും അധികാരം കിട്ടുക എന്നതാണ് പ്രധാനമെന്നും മുഖ്യമന്ത്രി സ്ഥാനം ഇപ്പോൾ ചർച്ചയാക്കേണ്ട സാഹചര്യമില്ല എന്നുമായിരുന്നു ചെന്നിത്തലയുടെ മറുപടി. ഒരു ചർച്ചയും കോൺഗ്രസിലില്ലെന്നും അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിക്ക് അതിനൊക്കെ പ്രൊസീജിയർ ഉണ്ടെന്നും VD സതീശനും പറയുന്നു. പാർട്ടിയിൽ പിടിമുറുക്കിയ KC വേണുഗോപാൽ എല്ലാത്തിനും വ്യവസ്ഥാപിത രീതിയുണ്ടെന്നാണ് പറയുന്നത്. ഭരണം ഉറപ്പിക്കും മുൻപേ തുടങ്ങുന്നോ കസേരയ്ക്കായി അവകാശവാദം? ഈ വിഷയമാണ് നമ്മൾ പരിശോധിക്കുന്നത്. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ചർച്ചയിൽ എനിക്കൊപ്പം ശ്രീ ജോർജ് പൊടിപ്പാറ, മാധ്യമപ്രവർത്തകൻ, ശ്രീ ജേക്കബ് ജോർജ്, മാധ്യമപ്രവർത്തകൻ, ഫസ്ലു റഹ്മാൻ, കോൺഗ്രസ് സഹയാത്രികൻ, ശ്രീ KT കുഞ്ഞിക്കണ്ണൻ, CPM പ്രതിനിധി എന്നിവരാണ്. ശ്രീ ഫസ്ലു റഹ്മാനിലേക്കാണ് ആദ്യം പോകുന്നത്. ശ്രീ ഫസ്ലു, തെരഞ്ഞെടുപ്പ് പ്രചരണം ചൂടുപിടിച്ച ഘട്ടമാണ്. കെ സുധാകരനും PJ കുര്യനും പറഞ്ഞിട്ടുള്ള മുഖ്യമന്ത്രി സ്ഥാനത്തിലുള്ള ചെന്നിത്തലയുടെ ക്ലെയിമുമായി ബന്ധപ്പെട്ടുള്ള അഭിപ്രായ പ്രകടനങ്ങൾ മുഖ്യമന്ത്രി സ്ഥാനത്തിനായുള്ള അവകാശവാദങ്ങളുടെ തുടക്കമാണോ? ഇതിനെക്കുറിച്ചൊക്കെ നേതാക്കന്മാർ തന്നെ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞിട്ടുള്ള കാര്യമാണ്. പിന്നെ ഇവര് പറഞ്ഞിട്ടുള്ളത് ഇപ്പൊ ഒരു പാർട്ടി വേദികളിലും മറ്റു കൺവെൻഷൻ നടക്കുമ്പോൾ അവിടെ സ്ഥാനാർത്ഥിയായിട്ട് ഉള്ള ആളുകൾ ഇരിക്കുമ്പോൾ പറയുന്ന പ്രസംഗത്തിൽ വരുന്ന കാര്യങ്ങളാണ്. അപ്പോ ഇതിപ്പോ കഴിഞ്ഞ ദിവസം PJ കുര്യൻ സാർ പറഞ്ഞതെല്ലാം അങ്ങനത്തെ ഒരു ആസ്പെക്റ്റിലാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ എനിക്ക് കേരള സമൂഹത്തിന് മുന്നിൽ ഒന്ന് പറയാനുള്ള ഒരു കാര്യം, ഇതുവരെ ഒരു നേതാവ് പോലും ഈ പറയുന്ന മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെടുന്ന ഒരു നേതാവ് പോലും അവരൊരു ക്ലെയിം ഉന്നയിച്ചിട്ടില്ല ഇതുവരെയുള്ള ദിവസങ്ങളിൽ. പക്ഷെ ചുറ്റിപ്പറ്റി പറയുന്നത് കോൺഗ്രസ് ഒരുപാട് പേരുണ്ട്, അപ്പൊ തർക്കം ഉണ്ടാവും, ഇലക്ഷൻ കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും എന്നുള്ള രീതിക്കാണ്. ഈ ഇലക്ഷൻ കഴിഞ്ഞിട്ട് നടക്കുന്നതിന്റെ കാര്യത്തിനെ കുറിച്ചിട്ട് അല്ലെങ്കിൽ അതിനുശേഷമുള്ള കാര്യത്തിനെ കുറിച്ച് നമ്മൾ ഇപ്പോഴേ ബോധവാന്മാരാവേണ്ട കാര്യമില്ല, ബോധേഡാവേണ്ട കാര്യമില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ബോധേഡാകേണ്ട കാര്യമില്ല ശ്രീ ഫസ്ലു. പക്ഷേ ഇതിപ്പോൾ മാധ്യമങ്ങൾ കൊണ്ടുവന്നതുമല്ല. നോക്കൂ, ഒരു കൺവെൻഷൻ നടക്കുകയാണ്. അവിടെ ആ സ്ഥാനാർത്ഥിക്ക് വേണ്ടി പ്രചരണമോ വോട്ട് ചോദിക്കലോ നടക്കുമ്പോൾ മുഖ്യമന്ത്രിയാകാൻ പോകുന്ന വ്യക്തിയാണ്, അദ്ദേഹത്തിന്റെ അടുത്ത് ഇവിടെ ഇരിക്കുന്നത് പോലെ സഭയിൽ ഉണ്ടാകും എന്നൊന്നും പറയേണ്ടുന്ന സാഹചര്യം ഉണ്ടായിരുന്നില്ല. അത് പറയുന്നത് ബോധപൂർവമാണോ എന്നതാണ് എന്റെ ചോദ്യം. ബോധപൂർവം അല്ല, അത് ഓരോ സ്ഥാനത്ത് ഇപ്പോ നമ്മളൊക്കെ എത്രയോ കൺവെൻഷനിൽ കാണുന്നതാണ്. ഇപ്പൊ പലരും പറയില്ലേ, പലരും ഇദ്ദേഹം ജയിച്ചു കഴിഞ്ഞാൽ മന്ത്രിയായിരിക്കും. എത്രയോ സ്ഥലങ്ങളിൽ ഇപ്പൊ ഈ പറഞ്ഞ കൺവെൻഷനിൽ തന്നെ പല സ്ഥലത്തും പറഞ്ഞിട്ട് കേട്ടിട്ടുള്ളതാണ്. പല സ്ഥാനാർത്ഥികളുടെ പേരും എപ്പോഴും നമ്മൾ പറയുന്ന കാര്യങ്ങളാണ്. അവര് ജയിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഒരു മന്ത്രിയെ കിട്ടും എന്ന് പറയുന്നതൊക്കെ എല്ലാ തെരഞ്ഞെടുപ്പുകളിലും എപ്പോഴും പറഞ്ഞു കേൾക്കുന്ന കാര്യങ്ങളിൽ പെട്ട് തന്നെയാണ്. പിന്നെ കോൺഗ്രസിൽ ഒരുപാട് ആളുകൾ, നേതാക്കന്മാര് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെടാവുന്നവരുണ്ട് എന്ന് പറയുമ്പോൾ അത് ശരിക്കും കോൺഗ്രസിൽ ഒരു ക്വാളിറ്റിയാണ്. അത്രയധികം ആളുകൾ
കോൺഗ്രസിലേക്ക് പരിഗണിക്കപ്പെടാവുന്ന നേതാക്കന്മാർ കോൺഗ്രസിൽ ഉണ്ടെന്നുള്ളതാണ്. അത് ഒന്നാമത്തെ നിലയിലും രണ്ടാമത്തെ നിലയിലും എല്ലാം ഉണ്ട്. തീർച്ചയായും അങ്ങനെ കൂടുതൽ നേതാക്കൾ ഉണ്ട് എന്നതൊരു ക്വാളിറ്റിയാണ്. പക്ഷേ ആ ക്വാളിറ്റി ആളുകളുടെ എണ്ണം കൂടുമ്പോൾ അതൊരു പിടിവാശിയാവുകയും ആ രീതിയിൽ തർക്കമുണ്ടാവുകയും ചെയ്താൽ നമ്മൾ പല സംസ്ഥാനങ്ങളിലും കാണുന്നതാണല്ലോ അത്തരത്തിലുള്ള തർക്കങ്ങൾ. അപ്പോൾ ആ രീതിയിൽ പോകുമോ എന്നത് ഏറ്റവും വലിയ ആശങ്ക കോൺഗ്രസിനുള്ളിൽ ഇതിനോടകം തന്നെയുണ്ട്. നോക്കൂ, ഇവിടെ ഇപ്പോൾ പി ജെ കുര്യൻ പറയുന്നു, അദ്ദേഹം തന്നെ വിശദീകരിക്കുന്നുണ്ട്, ഞാൻ ഇത്തരം സമിതികളിൽ അല്ലെങ്കിൽ ഇത്തരം പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് ഓരോ സംസ്ഥാനത്ത് പോയിട്ടുള്ള വ്യക്തിയാണ്. എങ്ങനെയാണ് മുഖ്യമന്ത്രിയെ തെരഞ്ഞെടുക്കുക എന്നതൊക്കെ എനിക്കറിയാം. ഞാൻ തന്നെ ആ പ്രക്രിയയിൽ പങ്കെടുത്തിട്ടുള്ള ആളാണെന്ന് പറയുന്നു. അത്രയും മുതിർന്ന നേതാവാണ്. അദ്ദേഹത്തിന് എന്താണ് കോൺഗ്രസിന്റെ പ്രൊസീജിയർ എന്നറിയാവുന്ന വ്യക്തിയാണ്. എന്താണ് കേരളത്തിലെ സാഹചര്യം എന്നറിയാവുന്ന വ്യക്തിയാണ്. ഈ തർക്കം നേതാക്കൾക്കിടയിൽ ഉണ്ടെന്നും അത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു മാത്രമേ ഇനി പരിശോധിക്കുകയുള്ളൂ എന്നും അറിയാവുന്നതാണ്. നേതാക്കൾ പോലും രമേശ് ചെന്നിത്തലയായാലും വി ഡി സതീശനായാലും കെ സി വേണുഗോപാൽ ആയാൽ പോലും ആ വിഷയങ്ങളിൽ പ്രതികരിക്കാതിരിക്കുന്ന ഒരു ഘട്ടത്തിൽ ഈ ചർച്ചകൾ ഉണ്ടാകുന്ന തരത്തിൽ ഒരു അഭിപ്രായ പ്രകടനം പാടില്ലാത്തതാണെന്ന് അദ്ദേഹത്തിന് ബോധ്യമല്ലാത്തതല്ലോ. ഇതിലൊരു കണിശമായിട്ട് പറയേണ്ട ഒരു കാര്യവും വിഷയമൊന്നുമല്ല. അദ്ദേഹം അവിടെ വളരെ സൗഹാർദ്ദപരമായിട്ട് ആ ഒരു ഓഡിയൻസിനെ ഒന്ന് ഉത്തേജിപ്പിക്കുക എന്നുള്ളതാണ് അവിടെ ചെയ്യുന്നത്. അതെല്ലാ തിരഞ്ഞെടുപ്പ് യോഗങ്ങളിലും എപ്പോഴും നടക്കുന്ന കാര്യമാണ്. അതിന്റെ അപ്പുറത്തേക്ക് എനിക്ക് അതിലൊന്നും തോന്നിയില്ല. ഞാനും പലാവർത്തി ആ ചർച്ച കണ്ടതാണ്, ആ ഒരു കൺവെൻഷൻ വീഡിയോ കണ്ടതാണ്. എനിക്ക് അതിനപ്പുറത്തേക്കൊന്നും തോന്നിയില്ല. ഒരു പാർട്ടി പ്രവർത്തകരെ ഒന്ന് ആവേശം കൊള്ളിക്കുക എന്നതിന്റെ അപ്പുറത്തേക്ക് അതിലൊന്നും കാര്യമായിട്ട് പറഞ്ഞിട്ടില്ല. പിന്നെ ഈ പറഞ്ഞ നേതാക്കന്മാർ ആരെങ്കിലും, രമേശ് ചെന്നിത്തല ആയിക്കോട്ടെ, ശ്രീ വി ഡി സതീശൻ ആയിക്കോട്ടെ, കെ സി വേണുഗോപാൽ ആയിക്കോട്ടെ, അവരാരെങ്കിലും എല്ലാം ഇതിനെക്കുറിച്ച് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ട് എങ്കിൽ നമുക്കിത് മനസ്സിലാക്കാം. ഈ ഒരു ചർച്ചയ്ക്ക് തന്നെ ഒരു വലിയൊരു പ്രസക്തി ഉണ്ടെന്ന് പറയാം. ഇപ്പോ അങ്ങനത്തെ ഒരു പ്രസക്തി ഇല്ലാന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഒരു കാര്യം കൂടി ഞാൻ പറയാണ്. ഇപ്പൊ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി തർക്കവുമായിട്ട് ബന്ധപ്പെട്ട് താങ്കൾ പറഞ്ഞു. ഞാൻ പറയുന്നത്, ഞാൻ അടുത്ത കാലത്ത് കണ്ടിട്ടുള്ളതിൽ ഏറ്റവും ചുരുങ്ങിയ ദിവസങ്ങൾക്കുള്ളിൽ സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിച്ചിട്ടുള്ളത് ഇത്തവണയായിരിക്കും. കഴിഞ്ഞ ഒരു 5 വർഷം മുമ്പത്തെ കാര്യമൊക്കെ നമുക്കറിയാം. പല ഒരുപക്ഷെ മാധ്യമങ്ങളുടെ ഒരു അതിപ്രസരം അത്രയും ഉണ്ടായിട്ടുണ്ടാവില്ല, സോഷ്യൽ മീഡിയയുടെ ഒരു ഇൻവോൾവ്മെന്റ് അധികം ഉണ്ടായിട്ടുണ്ടാവില്ല എന്നുള്ളത് ശരിയാണ്. അതിനപ്പുറത്തേക്ക് ഇതിനു മുമ്പെല്ലാം ഒരുപാട് സമയം എടുത്തിട്ടാണ് ഈ പ്രക്രിയ. തീർച്ചയായും ഒരുപാട് സമയം എടുത്തിട്ട് ചെയ്തു. പക്ഷേ അതിനുശേഷം നോക്കൂ, ഈ സർക്കാരിന്റെ രണ്ടാം പിണറായി സർക്കാരിന്റെ കാലത്ത് നടന്ന ഉപതെരഞ്ഞെടുപ്പുകളിൽ നിങ്ങൾ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച ഉടൻ തന്നെ ഏറ്റവും ആദ്യം സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് തെരഞ്ഞെടുപ്പ് രംഗത്ത് സജീവമാവുകയും അതിന്റെ നേട്ടം ഉണ്ടാക്കിയവരുമാണ്. അത് ഒരു നേട്ടമായി തന്നെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞിട്ടുള്ളതാണ്. മാത്രവുമല്ല, പ്രതിപക്ഷ നേതാവാണ് 24 മണിക്കൂറിനകം സ്ഥാനാർത്ഥി എന്നൊരു കാര്യം മുന്നോട്ട് വെക്കുന്നത്. അത് പിന്നീട് 5 ദിവസം നീണ്ടുപോകുന്നു എന്നൊരു സാഹചര്യമാണല്ലോ. ഇവിടെ ഇപ്പോൾ കെ സുധാകരൻ ഈ സാഹചര്യത്തെക്കുറിച്ച് പറയുന്നത്, എംപിമാർ മത്സരിക്കേണ്ട എന്നൊരു തീരുമാനമുണ്ടായിരുന്നു, എനിക്ക് അവസാനം അതിന് വഴങ്ങേണ്ടി വന്നു. പക്ഷേ അങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നതിലും അത് താഴേക്ക് അറിയിക്കുന്നതിലും നേതൃത്വത്തിന് വീഴ്ച സംഭവിച്ചു. എന്നെ അത് ധരിപ്പിക്കുന്നതിൽ വീഴ്ച സംഭവിച്ചു. അതുകൊണ്ടാണ് ഡൽഹിയിൽ പോയി അത്രയും ചർച്ചകൾ നടത്തേണ്ടി വന്നതെന്ന് സുധാകരൻ തന്നെ പറയുന്നുണ്ട്. ഇതില് 24 മണിക്കൂറത്തെ ഉള്ളിലുള്ള പരാമർശം, അത് പ്രതിപക്ഷ നേതാവ് നടത്തിയൊരു പരാമർശമാണ്. 24 മണിക്കൂറിനുള്ളിൽ നമ്മൾ ഒരു ഘട്ടം സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്നുള്ളത്. അത് എന്തുകൊണ്ട് സാധ്യമല്ലാതെ പോയി എന്നുള്ളതും അദ്ദേഹം വളരെ വിശദമായിട്ട് പറഞ്ഞതാണ്. അവിടെ ഡൽഹിയിൽ ഉണ്ടായിരുന്ന സാഹചര്യം ഇപ്പൊ എല്ലാം നമുക്ക് കാണുന്നല്ലോ. നിങ്ങളും നിങ്ങളുടെ ബ്യൂറോയിലുള്ള ആളുകളും ഡൽഹിയിലുള്ളതാണ്, അവരും കാണാം എത്ര സമയം അവിടെ സ്പെൻഡ് ചെയ്യുന്നുണ്ട്, എത്ര സമയമാണ് മീറ്റിംഗ് കിട്ടിയിട്ടുള്ളത്, എല്ലാം കാണാം. അപ്പോ ആ പറഞ്ഞിന്ന് അദ്ദേഹത്തിന് മറ്റേ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി അധ്യക്ഷൻ, സ്ക്രീനിംഗ് കമ്മിറ്റി അധ്യക്ഷന് എത്താൻ പറ്റിയില്ല. അതിൻ്റെതായിട്ടുള്ള കാര്യങ്ങളൊക്കെ കൊണ്ടാണ് അത് ഡിലേ ആയത്. അത് ഓൾറെഡി ആ കാര്യങ്ങൾ ഒരുപക്ഷെ ചർച്ച ചെയ്യപ്പെടുന്നില്ല. ഡിലേ ആയ കാര്യം മാത്രമാണ് ചർച്ച ചെയ്യപ്പെടുന്നത്. അപ്പൊ ഏതാനും ഭാഗങ്ങൾ മാത്രം ചർച്ച ചെയ്യപ്പെടുന്നു. അതില് കുറെ ഡിലേ ഉണ്ടാവുന്നു, അങ്ങനത്തെ ഒരു പ്രചാരണം നടക്കുന്നു. അതിന്റെ അപ്പുറത്തേക്ക് എന്തായാലും ആ ഡിലേ ഉണ്ടായത് നമ്മൾ കണ്ടതാണ്. എല്ലാം പഴയും മാധ്യമങ്ങൾക്ക് മുന്നിൽ വെക്കുമ്പോൾ AK ആന്റണിക്ക് പോലും വന്ന് സംസാരിക്കേണ്ടി വന്നത്, AK ആന്റണി കെ സുധാകരനുമായി സംസാരിക്കുന്നത് പോലും സംഭവിക്കേണ്ടി വന്നത് എന്തുകൊണ്ടാണ് എന്നത് വ്യക്തവുമാണല്ലോ ശ്രീ ഫസലു. നോക്കൂ, ഇവിടെ ഇപ്പോ അത് കഴിഞ്ഞ് എല്ലാം ശാന്തമായി തെരഞ്ഞെടുപ്പ് പ്രചരണത്തിലേക്ക് നേതാക്കൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഏറ്റവും ഉച്ചസ്ഥായിയിലേക്ക് തെരഞ്ഞെടുപ്പ് പ്രചരണം മാറുന്ന ഘട്ടത്തിൽ കെ സുധാകരൻ തന്റെ സജഷൻ എന്ന് പറയുന്നത് ചെന്നിത്തലയാകും എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടാണോ? വെറും സ്വാഭാവികമായ ഒരു പ്രതികരണമായി അതിനെ കാണണമോ? ഇതില് അദ്ദേഹത്തിന്റെ ആയിട്ടുള്ള അഭിപ്രായങ്ങളുണ്ട്. ഇത് എല്ലാവർക്കും അവർക്ക് ഇഷ്ടപ്പെട്ടുള്ള ഒരു ആളുകളുണ്ടാവും, ഒരു കൂട്ടം ആളുകളുണ്ടാവും. അതൊക്കെ ആ ഒരു പത്രസമ്മേളനത്തിന് വേണ്ടി നടത്തിയുള്ള ഒരു കാര്യമല്ല. ഒരു ഇന്റർവ്യൂവിന്റെ ഇടയിൽ ഒരു ഭാഗം മാത്രമാണത്. അതില് ഒരിക്കലും ഒരു പത്രസമ്മേളനം നടത്തി അദ്ദേഹം പറയുകയാണെങ്കിൽ അത് മനസ്സിലാക്കാം, ഇതിന് അത്രയും ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ഒരു കാര്യമാണെന്നുള്ളത് മനസ്സിലാക്കാം. പക്ഷെ ഇവിടെ അങ്ങനെ ഒന്നുമല്ല. ഒരുപാട് ഇന്റർവ്യൂസ് കൊടുക്കുന്നതിനിടയിൽ
അദ്ദേഹം പറഞ്ഞൊരു ചെറിയൊരു കാര്യം മാത്രമാണ് അത് എനിക്ക് ഇപ്പോഴും ആ ഒരു കോണ്ടെക്സ്റ്റിൽ നിന്ന് നോക്കുമ്പോൾ അതൊരു വലിയൊരു കാര്യമായിട്ട് തോന്നുന്നില്ല. കാരണം ബാക്കി എല്ലാ നേതാക്കന്മാരും വളരെ പക്കമായിട്ട് തന്നെയാണ് പ്രതികരിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് എനിക്കൊരു ഫീൽ ഉള്ളത്. സ്ഥാനാർത്ഥി പ്രഖ്യാപനവും ഡിലേ ആയിട്ടില്ല. പറഞ്ഞതിൽ ചെറിയ അത് അവരുടേതായിട്ടുള്ള കാര്യങ്ങൾ കൊണ്ട്, അവരുടേത് അല്ലാത്ത കാര്യങ്ങൾ കൊണ്ട് കുറച്ച് ഡിലേ ആയി. അതിന്റെ അപ്പുറത്തേക്ക് ഒരു ഡിലേ വന്നിട്ടില്ല. ശരി, ശ്രീ ജേക്കബ് ജോർജ്, നോക്കൂ, ഇവിടെ ഇപ്പോ നേതാക്കളുടെ അഭിപ്രായ പ്രകടനങ്ങൾ, അത് ആ ചോദ്യങ്ങൾക്ക് മറുപടി പറയുമ്പോഴുണ്ടാകുന്ന അഭിപ്രായ പ്രകടനങ്ങൾ എന്ന് കണ്ടാൽ മതി എന്ന് ഫസലു പറയുകയാണ്. പക്ഷേ കൺവെൻഷനിടയിലാണ് PJ കുര്യൻ ഇത്തരമൊരു അഭിപ്രായം പറയുന്നത്. അതിവിടെ വേദിയിൽ നിന്നൊരു ചോദ്യം ഉയരുന്നുണ്ട്. സംശയമുണ്ടോ എന്നൊരു ചോദ്യം ഉണ്ടാകുമ്പോൾ എനിക്ക് സംശയമൊന്നുമില്ല, ചിലപ്പോൾ മുഖ്യമന്ത്രി ആയേക്കുമെന്ന് പറഞ്ഞ വ്യക്തിയോടാണ് സംശയമുണ്ടോ എന്നൊരു ചോദ്യം വരികയും സംശയമില്ല എന്ന് ഉറപ്പിക്കുകയും ചെയ്യുന്നത് ആ വേദിയിൽ. ശ്രീ ജേക്കബ് ജോർജ്, ഇതൊരു സ്വാഭാവികമായിട്ടുണ്ടായ സംഭവമായിട്ടാണോ താങ്കൾ കാണുന്നത്? കെ സുധാകരനും PJ കുര്യനും ഈ സമയത്ത് ഇങ്ങനെ ഒരു അഭിപ്രായം പ്രകടനം നടത്തുന്നതിന്റെ ലക്ഷ്യം എന്തായിരിക്കും? അല്ല, അവർക്കൊക്കെ ഈ കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കൾക്കൊക്കെയും സ്വന്തം താല്പര്യങ്ങൾ ഉണ്ട്. പ്രൊഫസർ PJ കുര്യനായാലും കെ സുധാകരനായാലും അവർക്കൊക്കെയും താല്പര്യങ്ങളുണ്ട്. കെ സുധാകരൻ ഇവിടെ കേരളത്തിലേക്ക് മത്സരിച്ച് തന്നെ വെറുതെ MLA ഇരിക്കണമെന്നുമല്ല, മുഖ്യമന്ത്രിയായിട്ട് കിട്ടുമെങ്കിൽ കിട്ടട്ടെ, അതിൻ്റെ ശ്രമം നടത്താൻ വേണ്ടി തന്നെയാണ് അദ്ദേഹം മത്സരിക്കാൻ ഒരുങ്ങിയത്. ഇതൊന്നും നമ്മുടെ അടുത്ത് മാധ്യമപ്രവർത്തകരുടെ അടുത്തൊന്നും ഒളിച്ചു വയ്ക്കേണ്ട കാര്യമില്ല. കാരണം അദ്ദേഹം സീനിയർ നേതാവാണ്, മുൻ KPCC അധ്യക്ഷനാണ്. അദ്ദേഹത്തിന് കോൺഗ്രസിനകത്ത് നിർണായകമായൊരു സ്വാധീനമുണ്ട്. ആ സ്വാധീനമൊക്കെ വെച്ച് അദ്ദേഹത്തിന് മുഖ്യമന്ത്രിയാകാം എന്ന് വിചാരിച്ചിട്ടുണ്ടാവാം. പക്ഷേ അതൊന്നും ഒരു കുറ്റമൊന്നുമല്ല, ഒരു തെറ്റുമൊന്നുമല്ല. കേരളത്തിൽ MLA ആകുന്ന ഒരാൾക്കും ആർക്കും മുഖ്യമന്ത്രിയാകാൻ ആഗ്രഹിക്കാവുന്നതാണ്, സംശയമൊന്നുമില്ല. പക്ഷേ അതിനനുസരിച്ച് പിന്തുണ വേണം. പാർട്ടിക്കകത്ത് പാർട്ടി അംഗങ്ങൾ, പാർട്ടി MLA-മാരുടെ പിന്തുണ ഒക്കെ ഉറപ്പിക്കണം, അത് കാര്യം വേറെ. പക്ഷേ ഇപ്പോൾ നിലവിൽ പ്രതിപക്ഷ നേതാവ് VD സതീശനാണ്. സ്വാഭാവികമായിട്ടും ഉള്ള കാര്യം ഞാൻ പറയുകയാണ്. കേരളത്തിൻ്റെ ഒരു കീഴ്വഴക്കം, സ്വാഭാവികമായ ഒരു കീഴ്വഴക്കം. കാരണം രമേശ് ചെന്നിത്തല പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ അത് നമ്മളൊക്കെ പറഞ്ഞിരുന്നതാണ്. ഞാനൊക്കെ പിന്നെയും പറഞ്ഞിരുന്നതാണ്. അടുത്ത തെരഞ്ഞെടുപ്പിൽ UDF ഐക്യജനാധിപത്യ മുന്നണി വിജയിക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രിയാവും. നമ്മളങ്ങനെയാണ് കണ്ടത്, അദ്ദേഹം അങ്ങനെ തന്നെ കണ്ടു. അങ്ങനെ കോൺഗ്രസിൻ്റെ അകത്ത് അദ്ദേഹം അങ്ങനെ മുഖ്യമന്ത്രിയായിട്ട് എണ്ണപ്പെട്ടു. രേണു, അതിന് സംശയമൊന്നുമില്ല. ആ സമയത്ത് തർക്കവും ഉണ്ടാകുമായിരുന്നുമില്ല. പക്ഷേ ഐക്യജനാധിപത്യ മുന്നണി അപ്രതീക്ഷിതമായിട്ട് പരാജയപ്പെട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ ആ സ്ഥാനം ഇല്ല അദ്ദേഹത്തിന്. അങ്ങനെ വരുമ്പോഴത്തേക്ക് പരാജയപ്പെട്ട ഒരു നേതാവ് എന്ന നിലയ്ക്ക് അദ്ദേഹത്തിന് മാറേണ്ടി വന്നു. പിന്നീട് അവിടെ VD സതീശൻ പ്രതിപക്ഷ നേതാവായി. ഇപ്പോഴത്തെ 5 വർഷം പ്രതിപക്ഷ നേതാവ് എന്ന് പറഞ്ഞാൽ കേരള നിയമസഭയിൽ ഭരണപക്ഷത്തോട് നേരിട്ട് എതിർത്ത് നിൽക്കുന്ന, മുഖ്യമന്ത്രിയോട് മുഖത്തോട് മുഖം നോക്കി നിന്ന് എതിർക്കുന്ന പ്രതിപക്ഷത്തിൻ്റെ നേതാവാണ് പ്രതിപക്ഷ നേതാവ്. ആ നിലയ്ക്ക് മാത്രമല്ല, പ്രതിപക്ഷ മുന്നണിയുടെ ചെയർമാനും കൂടിയാണ്. അതുകൊണ്ട് മുന്നണിയുടെ നേതാവ് എന്ന നിലയിൽ, പ്രതിപക്ഷത്തെ പ്രധാനപ്പെട്ട പാർട്ടിയുടെ നേതാവ് എന്ന നിലയിൽ അടുത്ത മുഖ്യമന്ത്രിയാകാനുള്ള യോഗ്യത, ഭരണം കിട്ടുകയാണെങ്കിൽ യോഗ്യത ഒന്നാമതായിട്ട് ഉള്ളത് പ്രതിപക്ഷ നേതാവ് VD സതീശനാണ്, പ്രതിപക്ഷ നേതാവിനാണ്. അതിൻ്റെ അപ്പുറത്തേക്കുള്ള വെല്ലുവിളികളും അതിൻ്റെ അപ്പുറത്തേക്കുള്ള മാറ്റങ്ങളും അതിൻ്റെ അപ്പുറത്തേക്കുള്ള സംസാരങ്ങളും രാഷ്ട്രീയമായിട്ട് ശരിയല്ല എന്നാണ് എൻ്റെ പക്ഷം. അത് PJ കുര്യനായാലും കെ സുധാകരനായാലും അവർ പറഞ്ഞത് തെറ്റാണ്. അതൊരിക്കലും അരുതായിരുന്നു. പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പിനേക്ക് കടന്നു ചെല്ലുന്ന ദിവസങ്ങളേ ഉള്ളൂ തെരഞ്ഞെടുപ്പിന്. ആ ഒരു സമയത്ത് നിർണായകമായ ചില മുഹൂർത്തങ്ങളിലൂടെ പ്രതിപക്ഷം കടന്നു പോകുമ്പോൾ, നിർണായകമായ തെരഞ്ഞെടുപ്പാണെന്ന് ഓർക്കണം, അപ്പോൾ ഇതുപോലെയുള്ള അപസ്വരങ്ങൾ ഉണ്ടാക്കും വിധം സംസാരിക്കുന്നത് മുതിർന്ന നേതാക്കൾക്ക് പ്രത്യേകിച്ച് ഒട്ടും ഭൂഷണമല്ല എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. തീർച്ചയായും. ശ്രീ KT കുഞ്ഞിക്കണ്ണൻ, നോക്കൂ, ഇവിടെ ഇപ്പോൾ കഴിഞ്ഞ ദിവസത്തെ സാഹചര്യം നോക്കിയാൽ മുഖ്യമന്ത്രി വേഴ്സസ് പ്രതിപക്ഷ നേതാവ് എന്നതായിരുന്നു സാഹചര്യം. മുഖ്യമന്ത്രി പറയുന്ന ഓരോ വാക്കുകൾക്കും വലിയ ശക്തമായ ഭാഷയിൽ
മറുപടി പറയുന്ന പ്രതിപക്ഷ നേതാവിനെയാണ് നമ്മൾ കണ്ടത്. മുഖ്യമന്ത്രിയുടെ പല പരാമർശങ്ങളും എടുത്ത് വലിയ രീതിയിൽ ഈ തെരഞ്ഞെടുപ്പ് രംഗത്ത് ആയുധമാക്കുന്ന പ്രതിപക്ഷ നേതാവിനെയൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിലാണ് ഇന്ന് ഇങ്ങനെ ഒരു ചർച്ച കോൺഗ്രസിന്റെ ആഭ്യന്തര വിഷയവുമായി ബന്ധപ്പെട്ട് നമുക്ക് നടത്തേണ്ടി വരുന്നൊരു സാഹചര്യം ഉണ്ടാകുന്നത്. ആ നേതാക്കളുടെ തുടർ പ്രതികരണങ്ങൾ ഉണ്ടാകുന്നത് ഇത് ലെഫ്റ്റിനെ സംബന്ധിച്ച് ഒരു അനുകൂല സാഹചര്യം സൃഷ്ടിക്കുമോ? നേതാക്കന്മാർക്കിടയിൽ അഭിപ്രായ ഭിന്നതയുണ്ട്, ഈ സ്ഥാനത്തിന് വേണ്ടിയുള്ള തർക്കമുണ്ട് എന്നത് കോൺഗ്രസ് പ്രവർത്തകർക്കിടയിൽ തന്നെ ഒരു പ്രശ്നമാകുമോ എന്നൊരു ആശങ്ക നിലനിൽക്കുന്ന ഘട്ടമാണ്. അപ്പോൾ ഈ ചർച്ചകൾ ഇങ്ങനെ ഉയർന്നു വരുന്നത്, നേതാക്കൾ തന്നെ അതിന് മുൻകൈ എടുക്കുന്നത് ഒരു അനുകൂല സാഹചര്യം സൃഷ്ടിക്കുമെന്നതാണോ നിങ്ങളുടെ പ്രതീക്ഷ? എങ്ങനെയാണ് അതിനെ നോക്കിക്കാണുന്നത്? രേണു, ഞാൻ അതിലേക്ക് വരുന്നതിനും ഇന്നത്തെ ദിവസം നമ്മൾ ചർച്ച ചെയ്യേണ്ടിയിരുന്നത് കായംകുളത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി സഖാവ് യു പ്രതിഭക്കെതിരായിട്ട് UDFന്റെ അവിടുത്തെ കൺവീനർ നടത്തിയ അങ്ങേയറ്റം അധിക്ഷേപകരമായ സ്ത്രീവിരുദ്ധമായ പ്രസ്താവന നമ്മൾ ചർച്ച ചെയ്യേണ്ടതായിരുന്നു. നമ്മുടെ പൊതുബോധത്തിൽ അന്തർലീനമായിരിക്കുന്ന ഇത്രയും വൃത്തികെട്ട സ്ത്രീവിരുദ്ധത ഈ ഒരു ജനാധിപത്യ പ്രക്രിയയുടെ മുഖത്ത് നിന്നുകൊണ്ട് കേരളത്തിലെ മുഖ്യ പ്രതിപക്ഷം ഉന്നയിക്കുകയാണ്. അത് നമ്മൾ ചർച്ച ചെയ്യേണ്ടതാണ്. അതുമായി ബന്ധപ്പെട്ടാണ് ഞാൻ ഈ വിഷയത്തെ കാണാൻ നോക്കുന്നത്. കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടി നമ്മുടെ രാജ്യത്ത് ദേശീയ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഒക്കെ ചരിത്രത്തിലൂടെ ഇന്ത്യയുടെ ഒരു രാഷ്ട്ര നിർമ്മിതിയിൽ വളരെ പ്രധാനപ്പെട്ട ഇടപെടൽ നടത്തിയ ഒരു പാർട്ടിയാണ്. ആ ഒരു പാരമ്പര്യത്തെയാണ് നെഹ്റൂവിയൻ പാരമ്പര്യം നിരക്ക് നമ്മളൊക്കെ അഭിമാനത്തോടെ പിന്തുടരാൻ ശ്രമിക്കുന്നത്. പക്ഷെ നെഹ്റൂവിയൻ പാരമ്പര്യത്തിൽ നിന്നൊക്കെ കോൺഗ്രസ് ഏറെ അകലത്ത് പോയി. ഇന്ന് കോൺഗ്രസ് ഇതുപോലുള്ള അശ്ലീലങ്ങൾ പറയുന്ന നേതാക്കന്മാരുടെ അല്ലെങ്കിൽ അത്തരം മുന്നണിയുടെ ഒരു 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 കളിസ്ഥലമായി മാറി. എന്തുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത് വെച്ചാൽ, കോൺഗ്രസിൽ എല്ലാവർക്കും അറിയാം ഇത്തരത്തിലുള്ള സമ്മർദ്ദ ഗ്രൂപ്പുകൾ നിരന്തരമായിട്ട് അധികാരത്തിന് വേണ്ടിയിട്ട് തെരഞ്ഞെടുപ്പ് മുഖത്തും തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാലും ഒക്കെ കലാപങ്ങൾ ഉയർത്തും. അത് കേരളത്തിലെ മാത്രമൊരു സവിശേഷത, ഇന്ത്യയിൽ എല്ലായിടത്തും അങ്ങനെയുള്ള കലാപങ്ങൾ ഉയർത്തി അധികാരത്തിന് വേണ്ടിയുള്ള സമ്മർദ്ദ ശക്തിയായി മാറുമ്പോൾ അവരെ തീർച്ചയായിട്ടും എന്താണ് BJP വിലക്കെടുക്കും. BJP നിങ്ങളെ മുഖ്യമന്ത്രിയാകാൻ പറയും. ഇപ്പൊ നമ്മള് ആസാം തൊട്ട് അരുണാചൽ പ്രദേശ്, ഗോവ, കർണാടകയിലെ സഖ്യശക്തി ഗവൺമെന്റിലെ വലിയൊരു വിഭാഗത്തെ ഭിന്നിപ്പിച്ചു കൊണ്ടുപോയി BJPയിലേക്ക് അധികാരം എത്തിക്കുന്നത് ഒക്കെ തന്നെ കോൺഗ്രസിലെ അധികാര കൊതിയന്മാരായ നേതാക്കന്മാരുടെ അധികാരത്തിന് വേണ്ടിയുള്ള ഇത്തരം കലാപങ്ങളിലൂടെയാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ കോൺഗ്രസിന്റെ പ്രതിനിധിയായിട്ടുള്ള ഫസൽ റഹ്മാൻ സംസാരിച്ചതുപോലെ അത്ര സിമ്പിൾ അല്ല കാര്യത്തെ അത്ര ലളിതമായിട്ട് നമുക്ക് കാണാൻ കഴിയില്ല. ഇവിടെ K. സുധാകരനാണ് ഈ ചർച്ചക്ക് തുടക്കം കുറിച്ചതെന്നാണ് ഞാൻ കാണുന്നത്. മറ്റൊരു ടെലിവിഷൻ ചാനലിന്റെ പ്രതിനിധിയുമായിട്ട് അദ്ദേഹം സംസാരിക്കുമ്പോൾ അദ്ദേഹം കൃത്യമായി പറഞ്ഞു, ചോദ്യവും കൃത്യമായിരുന്നു, അദ്ദേഹത്തിന്റെ ഉത്തരവും കൃത്യമായിരുന്നു. ആരായിരിക്കും കേരളത്തിന്റെ മുഖ്യമന്ത്രി ആവേണ്ടത് എന്നത് കാര്യത്തെക്കുറിച്ച് KSന്റെ അഭിപ്രായം എന്താണെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം ഒരു മടിയും മറയുമില്ലാതെ പറഞ്ഞ അത് രമേശ് ചെന്നിത്തലയാണ്. കോൺഗ്രസിന്റെ ഇന്നത്തെ ഒരു യാഥാർത്ഥ്യത്തിനകത്ത്, അതിന്റെ ഒരു ഹിസ്റ്ററിക്കകത്ത് മുഖ്യമന്ത്രി പദത്തിലേക്ക് വരാൻ ഏറ്റവും അനുയോജ്യനായ ആള് രമേശ് ചെന്നിത്തലയാണ്. അപ്പൊ ഇങ്ങനെ ഏറ്റവും അനുയോജ്യനായ ആൾ ഞങ്ങളാണെന്ന് ഓരോ നേതാവും അവരുടെ ഗ്രൂപ്പിന്റെ നേതാക്കളെ, അല്ലെങ്കിൽ ഇപ്പോൾ ഉള്ള ഗ്രൂപ്പ് സമവാക്യങ്ങളിൽ വന്നുകൊണ്ടിരിക്കുന്ന മാറ്റങ്ങളുടെ പശ്ചാത്തലത്തിൽ പല ആളുകളെ ഉപയോഗിച്ച് പൊതുയോഗത്തിൽ പ്രസംഗിപ്പിക്കും, കൺവെൻഷനിൽ പ്രസംഗിപ്പിക്കും. അതൊക്കെ അണികളെ, കോൺഗ്രസ്സുകാരെ, UDFകാരെ ആവേശം കൂട്ടാനല്ല, മറിച്ച് എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? അധികാരം കിട്ടിക്കഴിഞ്ഞാൽ തങ്ങളായിരിക്കണം അധികാരത്തിന്റെ താക്കോൽ സ്ഥാനത്ത് വരേണ്ടതെന്ന് ഓരോ നേതാവും ചിന്തിക്കുന്നുണ്ട്. അപ്പൊ ഈ നേതാക്കന്മാരെല്ലാം വെറുതെ ഇരിക്കുന്ന ആളുകളല്ല. അവരെല്ലാം തന്നെ കൃത്യമായ ചില താല്പര്യങ്ങളുമായി ബന്ധപ്പെട്ട വിഭാഗങ്ങളെ കൂടി പ്രതിനിധീകരിക്കുന്ന ആളുകളാണ്. അപ്പൊ ഏതെങ്കിലും രീതിയിൽ കേരളത്തിൽ അധികാരം കിട്ടുകയാണെങ്കിൽ, അങ്ങനെ ഒരു ചോദ്യം തന്നെ അപ്രസക്താണ്. നമ്മള് പൊളിറ്റിക്കലായി കറക്റ്റ് ആണോ എന്ന് എനിക്കറിയില്ല. ഈ കഴുതക്കാഹം കരഞ്ഞു തീർക്കുമെന്ന് പറയും. അധികാരം കിട്ടാൻ പോകുന്നില്ല, UDFന് ഗവൺമെന്റ് ഉണ്ടാക്കാനുള്ള ഭൂരിപക്ഷവും കിട്ടാൻ പോകുന്നില്ല. പക്ഷെ അധികാരം കിട്ടിക്കഴിഞ്ഞാൽ ഞങ്ങളാണ് മുഖ്യമന്ത്രിയാവേണ്ടത്, ഞങ്ങളുടെ പ്രതിനിധിയാണ് മുഖ്യമന്ത്രിയാവേണ്ടത്, അതിന് ഏറ്റവും അനുയോജ്യൻ ഇന്നയാളാണ് എന്ന രീതിയിൽ ചർച്ച നടത്തിക്കൊണ്ട് ഇരിക്കും. അപ്പൊ നമ്മളൊരു പാർലമെന്ററി ജനാധിപത്യ ക്രമത്തിനകത്ത് സ്വാഭാവികമായിട്ടും തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ തീർച്ചയായിട്ടും 5 വർഷക്കാലം പ്രതിപക്ഷ നേതാവായിരുന്ന ആളാണ് ഭരണമുന്നണിക്കെതിരായിട്ടുള്ള ഈ തെരഞ്ഞെടുപ്പ് സമരത്തെയും നയിക്കുന്നത്. പക്ഷെ ഭരണമുന്നണിക്കെതിരായിട്ടുള്ള ഈ തെരഞ്ഞെടുപ്പ് സമരത്തെ നയിക്കുന്നതിൽ കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് അത്യന്തം ദയനീയമായി പരാജയപ്പെട്ടു പോയി. ആ പരാജയത്തിന്റെ ഒന്നാമത്തെ സൂചന ഞങ്ങളുടെ പുതുയുഗ യാത്ര തിരുവനന്തപുരത്തെത്തി അതേ വേദിയിൽ ഞങ്ങൾ ഈ 140 മണ്ഡലങ്ങളിലെ ഈ സ്ഥാനാർത്ഥികളെ അങ്ങ് പ്രഖ്യാപിച്ചു കഴിയുമെന്ന് അത്ഭുതകരമായ പ്രസ്താവന നടത്തിയ ആളാണ് മിസ്റ്റർ സതീശൻ. പക്ഷെ എന്താ സംഭവിച്ചത്? അദ്ദേഹത്തിന്റെ സ്ഥാനാർത്ഥി പട്ടികയിൽ ഒരു തരത്തിലും ഒരു സമവായം
കോൺഗ്രസ് പാർട്ടിക്കകത്ത് ഉണ്ടാക്കാൻ കഴിഞ്ഞില്ലെന്നാണ്. ഘടകകക്ഷികളൊക്കെ വളരെ വളരെ ആശ്വാസകരമായ ഒരു സമീപനം സ്വീകരിച്ചപ്പോൾ കോൺഗ്രസുകാർ സ്ഥാനാർത്ഥി പട്ടികയുമായി ബന്ധപ്പെട്ട് വലിയ വൈഷമ്യത്തിലേക്ക് ഇവിടുത്തെ കോൺഗ്രസ് പ്രസ്ഥാനത്തെ എത്തിച്ചു. അതിൽ ഏറ്റവും പ്രധാനം എന്താണ്? അടൂർ പ്രകാശ്, കെ സുധാകരൻ അവരൊക്കെ ഇപ്പൊ സിറ്റിംഗ് എംപിമാരാണ്. പക്ഷെ എംപിമാരായിട്ട് അവിടെ പാർലമെന്റിൽ പോയി BJPക്ക് മോഡിക്കുമെതിരായിട്ട് സമരം ചെയ്യാനൊന്നും അവർക്ക് താല്പര്യമില്ല. BJP കേന്ദ്രം ഭരിച്ചോട്ടെ, ഞങ്ങൾ ഇവിടെ മന്ത്രിമാരായിട്ട് ഞങ്ങളുടെ ചില താല്പര്യങ്ങളൊക്കെ സംരക്ഷിക്കാം എന്ന് ചിന്തിക്കുന്ന വളരെ സീമിതമായ, വളരെ സങ്കുചിതമായ താല്പര്യ രാഷ്ട്രീയത്തിൽ ആ രീതിയിലുള്ള ചില സമ്മർദ്ദ ഗ്രൂപ്പുകളുടെ താല്പര്യങ്ങൾക്ക് വഴങ്ങി അതിന് വഴിപ്പെട്ട് കഴിയുന്നവരാണ് കേരളത്തിലെ കോൺഗ്രസ് നേതാക്കളിൽ ഭൂരിപക്ഷവും. ഈ കാര്യമാണ് കേരളത്തിലെ ജനങ്ങളോട് ഞങ്ങൾ പറയുന്നത്. 2011 മുതൽ 16 വരെയുള്ള ഉമ്മൻചാണ്ടിയുടെ ഭരണകാലത്ത് ഈ വ്യത്യസ്ത താല്പര്യ ഗ്രൂപ്പുകൾക്ക് വേണ്ടിയിട്ട് ആ ഉമ്മൻചാണ്ടിയുടെ ഭരണം ചെയ്ത കാര്യങ്ങൾ എന്തൊക്കെയാണ്? അന്നത്തെ നെൽവയൽ തണ്ണീർത്തട നിയമം വരെ അട്ടിമറിച്ചുകൊണ്ട് സന്തോഷ് മാധവനെ പോലുള്ള ലൈംഗിക കുറ്റവാളികളായിട്ടുള്ള മാഫിയ സന്യാസി വേഷമിട്ട ആളുകൾക്ക് ഭൂമി പതിച്ചു കൊടുക്കുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടന്നില്ലേ? അപ്പൊ ഓരോ നേതാവും ഓരോ ഗ്രൂപ്പിന്റെ പേരിൽ ഞങ്ങളാകണം മുഖ്യമന്ത്രി എന്ന് പറയുന്നത് ഭരണം കിട്ടിക്കഴിഞ്ഞാൽ ഈ സമ്പത്തും അധികാരവും ഒക്കെ തങ്ങൾ പ്രതിദാനം ചെയ്യുന്ന വിഭാഗങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാൻ വേണ്ടിയാണ്, അല്ലാതെ കേരളത്തിലെയോ ജനങ്ങളുടെയോ ഇരുണ്ട കാലം പോലെ തന്നെ തർക്കകാലത്തേക്കുള്ള തിരിച്ചുപോക്കിനുള്ള സൂചനകളാണോ ഇത് എന്ന് പറയാൻ മറ്റുള്ളവർക്ക് ഒരു അവസരം ഇത് കൊടുക്കുന്നു എന്നതാണ്. താങ്കൾ സൂചിപ്പിച്ചതുപോലെ തന്നെ യു പ്രതിഭയ്ക്കെതിരെ ലീഗ് നേതാവ് നടത്തിയ അധിക്ഷേപം അത് അങ്ങേയറ്റം സ്ത്രീ വിരുദ്ധമാണ്, ഒരു തരത്തിലും യോജിക്കാൻ പറ്റാത്തതാണ്. അദ്ദേഹം അതിൽ മാപ്പ് പറഞ്ഞിട്ടുണ്ട്. ആ മാപ്പ് പറഞ്ഞ രീതി പോലും യോജിക്കാൻ പറ്റാത്തതാണ്. സ്ഥാനാർത്ഥി എം ലിജു ഉൾപ്പെടെ മാപ്പ് പറഞ്ഞ് രംഗത്തെത്തിയിട്ടുണ്ട്. അതിൽ നിയമ നടപടികൾ ഉണ്ടാകും എന്നതാണ് മനസ്സിലാക്കേണ്ടത്, ഉണ്ടാകേണ്ടതാണ്. യു പ്രതിഭയും അക്കാര്യം നിയമ നടപടികളുമായി മുന്നോട്ട് പോകുമെന്ന് പറഞ്ഞു. ആ കോൺഗ്രസിനെ പ്രതിനിധീകരിച്ചല്ല, കോൺഗ്രസ് സഹയാത്രികനായ ഫസലു അതിൽ മറുപടി പറയുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഞാൻ അദ്ദേഹത്തിലേക്ക് വരാം. അതിനു മുൻപ് ശ്രീ ജോർജ് പൊടിപ്പാറ, നോക്കൂ, ഇവിടെ ഇപ്പോൾ കെ സുധാകരനാണ് ഇങ്ങനെ ഒരു ചർച്ച തുടങ്ങി വെക്കുന്നത്. അതങ്ങ് സ്വാഭാവികമായി സംഭവിച്ചു പോയതാണെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. ഡൽഹിയിൽ നിന്ന് മുറിവേറ്റാണ് കെ സുധാകരൻ എത്തിയിരിക്കുന്നത്. ആ ചർച്ചയിൽ ഏറ്റവും ശക്തമായ നിലപാട് സുധാകരനെതിരെ സ്വീകരിച്ചത് VD സതീശനാണ്. അതിനിടയിൽ സമവായം ഉണ്ടാക്കാൻ ഓടി നടന്ന വ്യക്തിയാണ് രമേശ് ചെന്നിത്തല എന്ന് നമുക്കറിയാം. രമേശ് ചെന്നിത്തല വിളിച്ചിരുന്നു, അത് ആശ്വാസകരമാകുന്നു, അല്ലെങ്കിൽ ഇടപെട്ടിരുന്നു എന്നൊക്കെ സുധാകരൻ തന്നെ പറയുന്നുണ്ട്. പ്രശ്നപരിഹാരത്തിനുള്ള പക്വതയുള്ള വ്യക്തിയായാണ് രമേശ് ചെന്നിത്തലയെ സുധാകരൻ ചിത്രീകരിക്കുന്നത്. ഇതൊരു നന്ദി പ്രകടനമാണോ കെ സുധാകരന്റെ ഭാഗത്തു നിന്നുമുള്ള? അങ്ങനെ നിലപാടുകൾ എടുത്തതിനോ പറഞ്ഞതിനോ ഒക്കെയുള്ള നന്ദി പ്രകടനമായി കെ സുധാകരന്റെ ഇപ്പോഴത്തെ ഈ പ്രസ്താവനയെ കാണണമെങ്കിൽ അത് വരും ദിവസങ്ങളിലും കൂടുതൽ ശക്തമാകാനാണോ സാധ്യത? ഈ തെരഞ്ഞെടുപ്പ് രംഗത്തും KS ബ്രിഗേഡിനുള്ള സന്ദേശമായി അത് മാറുമോ? രേണു, ഈ കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടിയെ കുറിച്ച് രേണുവിന് കാര്യമായിട്ട് അറിയാലോ. ഇതിന്റെ ചരിത്രം പരിശോധിച്ചാൽ ഇത്തരത്തിലുള്ള പരാമർശങ്ങളൊക്കെ AICC പറഞ്ഞാലും KPCC നിർദ്ദേശം കൊടുത്താലും പലപ്പോഴും നേതാക്കള് പല ഘട്ടങ്ങളിലും ഇങ്ങനെ ചില കാര്യങ്ങളൊക്കെ പറയാറുണ്ട്. ഇതൊന്നും ഈ പാർട്ടിക്കകത്ത് വലിയൊരു ആനക്കാര്യമായിട്ട് എടുത്തിട്ടും കാര്യമില്ല. വളരെ കൃത്യമായി തന്നെ നമുക്കറിയാം, PJ കുര്യൻ എന്ന് പറയുന്ന ആള് ഇന്നിപ്പോ ഈ പാർട്ടിക്കകത്തോ പാർട്ടിയുടെ ഉന്നത തലങ്ങളിലോ ഒന്നും വലിയ അധികാരമോ പദവിയോ സ്വാധീനമോ ചെലുത്തുന്ന ഒരു വ്യക്തിയല്ല. ഞാൻ അദ്ദേഹത്തെ കുറച്ച് കാണുകയല്ല, അങ്ങനെ ഒരു കാലം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോ അദ്ദേഹത്തിന് അത്തരത്തിലുള്ള വലിയ സ്ഥാനങ്ങൾ കേരളത്തിലെ പാർട്ടിയിലും ഇല്ല, കേന്ദ്ര തലത്തിലും ഇല്ല. അതുപോലെ തന്നെ കെ സുധാകരൻ പറഞ്ഞത് നമുക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ. ഒരു അഭിമുഖത്തിൽ കൃത്യമായ ഒരു ഷാർപ്പായിട്ടുള്ള ഒരു ചോദ്യം വരുന്നു. ആ ചോദ്യം വരുന്ന ഘട്ടത്തിൽ അദ്ദേഹം എൻ്റെ പ്രിഫറൻസ്, എൻ്റെ എന്താ പറയാ മനസ്സിലുള്ളത് രമേശ് ചെന്നിത്തലയാണ്. കെ സുധാകരനെ കുറിച്ച് നമുക്കറിയാം, അദ്ദേഹത്തിന് മനസ്സിലുള്ളത് പറയാനായിട്ട് തുറന്ന് പറയുന്ന കൂട്ടത്തിലുള്ള ഒരാളാണ്. മാത്രമല്ല, ഏറ്റവും ഒടുവിൽ നടന്ന സുധാകരന്റെ നിയമസഭാ സ്ഥാനാർത്ഥിത്വ ഡിമാൻഡുമായിട്ട് ബന്ധപ്പെട്ട് നടന്ന എപ്പിസോഡുകളിൽ കെ സുധാകരൻ ഇപ്പോഴും വിചാരിക്കുന്നതിനകത്ത് ഏറ്റവും കൂടുതൽ തനിക്കെതിരെ അല്ലെങ്കിൽ MP മത്സരിക്കേണ്ട എന്നൊരു നിലപാടെടുത്തത് ന്റെ പിന്നിൽ ആ തീരുമാനത്തിലും അതുപോലെ തന്നെ അദ്ദേഹത്തെ KPCC പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് നീക്കിയതടക്കമുള്ള വിഷയങ്ങളിലെല്ലാം അദ്ദേഹത്തിനെതിരെ പ്രവർത്തിച്ച അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായിട്ട് പ്രവർത്തിച്ച ഒരാളാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ എന്നുള്ളൊരു ഉൾബോധം അദ്ദേഹത്തിന്റെ ഉള്ളിലുണ്ടാകാം. അത് സ്വാഭാവികമാണ്. അതുകൊണ്ട് തന്നെ VD സതീശനാണോ രമേശ് ചെന്നിത്തലയാണോ മുഖ്യമന്ത്രി ആകേണ്ടത് എന്ന് ചോദിച്ചാൽ
വളരെ കൃത്യമായിട്ട് തന്നെ നമുക്കറിയാം സുധാകരന്റെ ചോയ്സ് എന്ന് പറയുന്നത് രമേശ് ചെന്നിത്തലയാകും. കാരണം എല്ലാ വിഷയങ്ങളിലും സുധാകരന് കുറച്ചുകൂടി തുറന്ന പിന്തുണ കൊടുക്കുന്നു. അദ്ദേഹത്തെ അനുനയിപ്പിക്കാനും അദ്ദേഹത്തിന്റെ ഫ്ളാറ്റിൽ പോയി കാണാനും ഒക്കെ ശ്രമിച്ചത് രമേശ് ചെന്നിത്തല ആയതുകൊണ്ട് ആ രീതിയിൽ അദ്ദേഹം പറയുന്നതും അസ്വാഭാവികമല്ല. അതും ഞാൻ വളരെ വിചാരിക്കുന്നത് വളരെ സ്പോണ്ടേനിയസ് ആയിട്ടുള്ള വളരെ സ്വാഭാവികമായിട്ടുള്ള ഒരു പ്രതികരണമാണ്. പക്ഷെ യഥാർത്ഥത്തിലത്തെ പ്രശ്നം എന്തായിരുന്നു? ഇവിടുത്തെ ഏറ്റവും യഥാർത്ഥ പ്രശ്നം എന്താ? കോൺഗ്രസ് ഹൈക്കമാൻഡും അതുപോലെ തന്നെ കേരളത്തിലെ കോൺഗ്രസ് നേതാവും UDF-ഉം വളരെ കൃത്യമായി തന്നെ എടുത്തിട്ടുള്ള ഒരു തീരുമാനം, ഒരാളെ ഏതെങ്കിലും ഒരു വ്യക്തിയെ, അത് പ്രതിപക്ഷ നേതാവോ മുൻ പ്രതിപക്ഷ നേതാവോ അല്ലെങ്കിൽ KPCC പ്രസിഡന്റോ അതുമല്ലെങ്കിൽ AICC-യുടെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറിയോ, അങ്ങനെ ഒരുപാട് ആളുകളൊക്കെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഒരുപക്ഷെ അവരൊക്കെ ആഗ്രഹിക്കുന്നുണ്ടാകാം. അവരുടെയൊക്കെ പേരുകൾ അണികളുടെ മനസ്സിലും ഉണ്ടാകാം, സംഘടനയുടെ മനസ്സിലും ഒക്കെ ഉണ്ടാകാം. പക്ഷെ തൽക്കാലം ഈ തെരഞ്ഞെടുപ്പ് പൂർത്തിയാകുന്നത് വരെ, ഈ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ, പ്രചരണ ഘട്ടത്തിൽ ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെയും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പ്രചരണം നടത്തേണ്ടതില്ല. മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്നത് തെരഞ്ഞെടുപ്പിന് ശേഷം ഭൂരിപക്ഷം കിട്ടിയാൽ മാത്രം ആലോചിക്കേണ്ട ഒരു വിഷയമാണ്. അതിന് കൃത്യമായിട്ട് AICC-ക്ക് അല്ലെങ്കിൽ കോൺഗ്രസ് ഹൈക്കമാൻഡ് പാലിച്ചു വരുന്ന കൃത്യമായ ഒരു കീഴ്വഴക്കമുണ്ട്. ആ കീഴ്വഴക്കം എന്ന് പറയുന്നത് നിയമസഭാ കക്ഷിയിൽ എത്തിപ്പെടുന്ന കോൺഗ്രസ് MLA-മാരുമായി ഹൈക്കമാൻഡ് പ്രതിനിധികൾ ചർച്ച നടത്തി, അല്ലെങ്കിൽ അവരുടെ അഭിപ്രായം ആരാഞ്ഞ് അതിൽ മുൻതൂക്കം കിട്ടുന്ന, അതിൽ ഭൂരിപക്ഷം കിട്ടുന്ന, അവരുടെ ഹിതം ആർക്കനുകൂലമാണോ അതനുസരിച്ച് മുഖ്യമന്ത്രിയെ തെരഞ്ഞെടുക്കാം എന്നാണ് കീഴ്വഴക്കം. ആ ഒരു തീരുമാനമാണ് AICC എടുത്തിട്ടുള്ളത്, ഹൈക്കമാൻഡ് എടുത്തിട്ടുള്ളത്. കേരളത്തിലെ നേതാക്കളെല്ലാം അല്ലെങ്കിൽ കേരളത്തിലെ പാർട്ടിയും അതാണ് അംഗീകരിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് ആരെയും ഉയർത്തിപ്പിടിക്കാതെ, ഉമ്മൻചാണ്ടിയുടെ പേര് പോലും നേരത്തെ അങ്ങനെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് സംസാരിച്ചിട്ടില്ല, അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിനെ നേരിട്ടിട്ടില്ല. പക്ഷെ നമുക്കറിയായിരുന്നു, നേരത്തെ എൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകൻ കൂടിയായിരുന്ന ശ്രീ ജേക്കബ് ജോർജ് പറഞ്ഞതുപോലെ, കഴിഞ്ഞ തവണ UDF-ന് ഭൂരിപക്ഷം കിട്ടിയിരുന്നെങ്കിൽ നാച്ചുറൽ ആയിട്ട് തന്നെ ഉമ്മൻചാണ്ടി ആയിരിക്കില്ല മുഖ്യമന്ത്രി എന്ന് അദ്ദേഹത്തെ പോലെ തന്നെ ചില ചർച്ചകളിൽ ഞാനും പറഞ്ഞിട്ടുള്ളതാണ്. കാരണം നാച്ചുറൽ ചോയ്സ് ശ്രീ രമേശ് ചെന്നിത്തലയാണ്. അദ്ദേഹമാണ് ഏറ്റവും കൂടുതൽ ആരോപണങ്ങളും അതുപോലെ തന്നെ ഒരു മാധ്യമ പ്രവർത്തകർക്ക് പോലും കഴിയാത്ത ഒത്തിരിയേറെ എന്തെല്ലാം ആരോപണങ്ങളായിരുന്നു അദ്ദേഹം പുറത്തു കൊണ്ടുവന്നത്. അപ്പൊ ആ നിലയ്ക്ക് ഈ തെരഞ്ഞെടുപ്പിൽ UDF-ന് ഭൂരിപക്ഷം കിട്ടുകയാണെങ്കിൽ ഏറ്റവും നിർണായക പങ്ക് വഹിക്കുന്ന ഒരാളെന്നുള്ള നിലയ്ക്ക് നാച്ചുറൽ ചോയ്സ് പ്രതിപക്ഷ നേതാവാണ്. ആ പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയ്ക്ക് രമേശ് ചെന്നിത്തലയാണ് ഇക്കുറി മുഖ്യമന്ത്രി ആകേണ്ടത്, അല്ലെങ്കിൽ ആകും എന്ന് തന്നെയാണ് എല്ലാവരും കണക്കുകൂട്ടിയത്. UDF-ന് അന്ന് ഭൂരിപക്ഷം കിട്ടിയില്ല. LDF ഐതിഹാസികമായ വിജയം നേടി, വീണ്ടും തുടർ ഭരണം. അതാണ് മാനദണ്ഡമെങ്കിൽ ശ്രീ ജോർജ് പൊടിപ്പാറ, VD സതീശൻ ഒരു നാച്ചുറൽ ചോയ്സ് ആകണ്ടേ ഇത്തവണ? ആ രീതിയിൽ മുന്നിൽ നിന്ന് നയിക്കുമ്പോൾ അദ്ദേഹത്തെ പിന്നിൽ നിന്ന് കൊത്തുന്ന തരത്തിലുള്ള അഭിപ്രായ പ്രകടനങ്ങൾ മുതിർന്ന നേതാക്കളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് സ്വാഭാവികമെന്ന് കരുതാൻ പറ്റുമോ? രേണുക, ഞാൻ പറയുന്നത്, ഇപ്പൊ ഇന്നലെ തിരുവല്ലയിൽ നടന്ന സമ്മേളനം, PJ കുര്യൻ അവിടെ പ്രസംഗിക്കുന്നു. ആ വേദിയിൽ രമേശ് ചെന്നിത്തലയുണ്ട്. മാത്രമല്ല, ആ മേഖല എന്ന് പറയുന്നത് VD സതീശന്റെ തട്ടകമല്ല, രമേശ് ചെന്നിത്തലയുടെ തട്ടകമാണ്. രമേശ് ചെന്നിത്തലയ്ക്ക് കുറച്ച് കൂടുതൽ സ്വാധീനമുള്ളൊരു മേഖലയാണ്. മാത്രമല്ല, മുതിർന്ന നേതാക്കൾ എന്നുള്ള നിലയ്ക്ക് കാലങ്ങളായിട്ട് PJ കുര്യൻ അവിടുത്തെ പൾസ് അറിയാം, ബന്ധം അറിയാം, രമേശ് ചെന്നിത്തല ഇരുത്തിക്കൊണ്ട് അവിടുത്തെ അണികളെ ഉത്തേജിപ്പിക്കാൻ. പക്ഷെ സത്യത്തിൽ PJ കുര്യൻ എന്ന് പറയുന്ന മുതിർന്ന നേതാവ് ആ കോൺഗ്രസിന്റെ ഒരു മുതിർന്ന നേതാവ് എന്നുള്ള നിലയ്ക്ക് ഉത്തരവാദിത്വം കാണിച്ചില്ല എന്ന് പറയാൻ എനിക്കൊരു മടിയില്ല. കാരണം ഈ മുതിർന്ന നേതാക്കളാണ് ഈ പാർട്ടിയുടെ സാധ്യതകളെ അനാവശ്യമായ വിവാദങ്ങളിലൂടെ, പ്രകോപനങ്ങളിലൂടെ, ഇല്ലാത്ത ചർച്ചകൾ ഉണ്ടാക്കി അതൊരു വിഷയമാക്കി. ഇന്ന് ഇപ്പൊ PJ കുര്യൻ അങ്ങനെ ഇന്ന് സംസാരിച്ചിരുന്നില്ലെങ്കിൽ രേണു ഇന്ന് ഈ വിഷയം ചർച്ചയ്ക്ക് എടുക്കില്ലായിരുന്നു. പക്ഷെ ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം, PJ കുര്യൻ ഈ പാർട്ടിക്കകത്ത് ഇപ്പൊ എത്രമാത്രം സ്വാധീനമുള്ള നേതാവാണ്. ഈ പാർട്ടിയുടെ പ്രവർത്തകർക്കിടയിൽ, അണികൾക്കിടയിൽ, എന്തിന് UDF-ലെ ഘടകകക്ഷികൾക്കിടയിൽ PJ കുര്യന്റെ വാക്കുകൾക്ക് എത്രത്തോളം പ്രാധാന്യമുണ്ട് അദ്ദേഹം സ്വയം തിരിച്ചറിയണ്ടേ. ചില ആളുകൾ, ചില മുതിർന്ന നേതാക്കൾ സ്വന്തം പ്രസക്തി തെളിയിക്കാൻ വേണ്ടി പോലും ഇത്തരത്തിലുള്ള, ഞാൻ ആ വാക്ക് ഉപയോഗിക്കുന്നില്ല, ഇത്തരത്തിൽ ചില കാര്യങ്ങൾ നടത്തുന്നു എന്നത് നിർഭാഗ്യകരമാണ്. അതായത് ഒരു തെരഞ്ഞെടുപ്പിന്റെ മൂർധന്യാവസ്ഥയിൽ പ്രചരണം കൊട്ടിക്കയറുമ്പോൾ യഥാർത്ഥ വിഷയങ്ങളിൽ നിന്ന് വഴിതിരിച്ചു വിട്ട് ഇത്തരം ചർച്ചകളിലേക്ക് കാര്യങ്ങളെ കൊണ്ടെത്തിക്കുന്ന ഇവിടെ ഒരു പ്രശ്നമുണ്ട്. അതായത് ഈ പറഞ്ഞ 24 മണിക്കൂറിൽ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്നു പറഞ്ഞ് നടന്നില്ല.
എന്തുകൊണ്ട് നടന്നില്ല ഈ പറഞ്ഞ പൊതുയുഗ യാത്രയൊക്കെ ആയിട്ട് നേതാക്കളെല്ലാം തെരുവിലായിരുന്നു, വി ഡി സതീശനടക്കം. അതുകൊണ്ട് ഘടകകക്ഷികളായിട്ട് ഒരു കൺസെൻസസിൽ എത്താൻ വൈകി. അതിനുശേഷം ഡൽഹിയിൽ പട്ടികയിലെത്തിയപ്പോ അവിടെയും പ്രശ്നം വന്നു. ഒരൊറ്റ വാചകം കൂടി. അപ്പൊ അങ്ങനെയൊക്കെ ചില കൺഫ്യൂഷൻസ് നിൽക്കുമ്പോൾ അതിൽ പ്രതിരോധത്തിൽ നിന്ന് അതിൽ നിന്ന് പുറത്തു കടന്ന് പാർട്ടി ഒരുവിധം ഒന്ന് ശരിയായി വരുമ്പോഴേക്കാണ് ഈ പി ജെ കുര്യനെയും സുധാകരനും അടക്കമുള്ള നേതാക്കൾ വീണ്ടും ആ പാർട്ടിയെ കൺഫ്യൂഷനിലാക്കുന്നത്. കുഞ്ഞിക്കണ്ണൻ സഖാവിന് ഇത് സന്തോഷമാകുന്നതിൽ എനിക്ക് അത്ഭുതമില്ല. കാരണം ഇപ്പുറത്തുണ്ടാകുന്ന എന്തും മറുപക്ഷത്ത് പ്രത്യേകിച്ച് ഒരു കട്ട് ത്രോട്ട് കോമ്പറ്റീഷൻ നടക്കുമ്പോൾ ആയുധമാകുന്നത് സ്വാഭാവികമാണ്. അദ്ദേഹത്തിന് ആഹ്ലാദിക്കാനുള്ള ചെറിയ വകയുണ്ട് ഇതില്. പക്ഷെ അതൊക്കെ പെട്ടെന്ന് കടന്നു പോകും. രമേശ് ചെന്നിത്തലയും വി ഡി സതീശനും അതിന് കൃത്യമായ വിശദീകരണം നൽകിയിട്ടുണ്ട്. ഹൈക്കമാൻഡും അക്കാര്യത്തിൽ കൃത്യമായ തീരുമാനം എടുക്കും. അത് തന്നെയായിരിക്കും നിലപാട്. അതുകൊണ്ട് അതിൽ കടന്നു പോകുമോ എന്നതാണല്ലോ ചോദ്യം. ശ്രീ ഫസലുർ റഹ്മാൻ, നോക്കൂ, ഇവിടെ ഇപ്പോ ചില CPM ഹാൻഡിലുകളിൽ തന്നെ ഇത് പറവൂരിലെ ജനങ്ങൾക്കുള്ള സന്ദേശമാണ് എന്ന തരത്തിൽ മെസ്സേജുകൾ പോകുന്നുണ്ട്. അതായത് കെ സുധാകരൻ കണ്ണൂരിൽ പറയുന്നത് ബ്രിഗേഡുകൾക്കുള്ള സന്ദേശമാണ്, അത് പറവൂരിലെ കെ സുധാകരൻ ബ്രിഗേഡുകൾക്കുള്ള സന്ദേശമാണ് ഈ നൽകിയിരിക്കുന്നത് എന്നതാണ് ചൂണ്ടിക്കാട്ടുന്നത്. അതിന്റെ പ്രതിഫലനം എവിടെയൊക്കെ ഉണ്ടാകും എന്നതിന്റെ ചോദ്യമുണ്ടല്ലോ. ഈ ഒന്നും നഷ്ടപ്പെടാനില്ലാത്തവർക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയാം. രമേശ് ചെന്നിത്തലയെ സംബന്ധിച്ച് അത് അദ്ദേഹം ആസ്വദിക്കുന്നുണ്ട്, പക്ഷേ പുറമേക്ക് പറയാൻ പറ്റുന്നില്ല എന്നൊരു സാഹചര്യമാണ്. നേതാക്കളുടെ ഈ പ്രകടനങ്ങൾ സ്വാഭാവികമായി വന്നതാണ് എന്ന് പറയുമെങ്കിൽ ഇന്ന് രാഹുൽ ഗാന്ധി എത്തുമെന്ന് പ്രതീക്ഷിച്ച ഇടമാണ് കോഴിക്കോട്. വലിയ ആഘോഷം, മഹാറാലിയൊക്കെ അവിടെ നടത്തി. അവിടെ രമേശ് ചെന്നിത്തലയുടെ ഫ്ലെക്സുകൾ ഉയരുകയാണ്. ആളുകൾ രമേശ് ചെന്നിത്തല മാത്രമുള്ള ഫോട്ടോകൾ പിടിച്ച് വരികയാണ്. രമേശ് ചെന്നിത്തലയും രാഹുൽ ഗാന്ധിയുമായിട്ടുള്ള ഫ്ലെക്സുകൾ ഉയരുന്നു. ഇതൊക്കെ ഒരു ക്ലെയിം ഉറപ്പിക്കാനുള്ള നീക്കം എന്നല്ലാണ്ട് നമുക്കതിനെ കാണാൻ കഴിയുമോ? രമേശ് ചെന്നിത്തല ആ ചോദ്യത്തിന് മറുപടിയായി പറഞ്ഞത് ആളുകൾ എന്റെ ഫോട്ടോ ഉയർത്തിയാൽ എനിക്ക് എന്താ ചെയ്യാൻ പറ്റുക എന്നതാണ് അദ്ദേഹം ചോദിക്കുന്നത്. അപ്പോൾ അതൊക്കെ വെറും സ്വാഭാവികമായിട്ടുള്ള കാര്യങ്ങളാണോ നടക്കുന്നത്? എനിക്ക് മനസ്സിലാവും നിങ്ങൾ ഇപ്പൊ കരുതുന്നത് ഇപ്പൊ രാഹുൽ ഗാന്ധി അവിടെ വന്ന് ഈ കുറെ ഫ്ലെക്സുകൾ ഉണ്ട്, ആ ഫ്ലെക്സുകളിൽ നിന്ന് കാര്യങ്ങൾ ഉൾക്കൊണ്ട് ആളെ തീരുമാനിക്കും എന്നൊക്കെ അങ്ങനെയാണോ കരുതുന്നത്? എനിക്കറിയില്ല. നേതാക്കൾ അങ്ങനെയാണോ കരുതുന്നത്? ഇല്ല, എല്ലാ നേതാക്കളും അവർക്ക് അവരുടേതായ അണികൾ ഉണ്ടാവും, അവരുടെ ഇഷ്ടപ്പെടുന്ന ആളുകൾ ഉണ്ടാവും, അവർ ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവും. അപ്പോ എനിക്ക് അതിനു മുമ്പ് എനിക്കൊരു കാര്യം കുഞ്ഞിക്കണ്ണൻ സഖാവിനോട് പറയാനുണ്ട്. അദ്ദേഹം സ്ഥാനാർത്ഥി പട്ടികയെ കുറിച്ച് പറഞ്ഞത് കൊണ്ടാണ്. CPM ഏറ്റവും ആദ്യം സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിച്ചു. പക്ഷെ അവസാനമായിട്ടും കോൺഗ്രസ് പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടും LDFന്റെ സ്ഥാനാർത്ഥി പട്ടിക തീരുന്നുണ്ടായില്ല. അത് മത്സരിക്കാൻ ആളെ കിട്ടാത്തതുകൊണ്ടല്ല. കാരണം CPM ഇപ്പോ മത്സരിക്കാൻ ആളെ കിട്ടണമെന്നൊന്നുമില്ല. ഏതൊരാളെ വിളിച്ച് നിർത്തി കഴിഞ്ഞാലും ആരും എതിർപ്പ് പറയില്ല, അയാൾ അവിടെ നിന്ന് മത്സരിച്ചോളും. അവിടെ ഡിസറിംഗ് ആയിട്ടുള്ള കാൻഡിഡേറ്റ് ഉണ്ടെങ്കിലും അയാൾ മിണ്ടാതിരുന്നോളും. അപ്പൊ അങ്ങനത്തെ ഒരു പാർട്ടി മത്സരിക്കാൻ ആളെ കിട്ടാത്തതുകൊണ്ടല്ല, ഡീല് ശരിയാവാത്തതുകൊണ്ട് അവിടെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാതിരുന്നതാണ്. അപ്പൊ അങ്ങനത്തെ ഒരു അവസ്ഥയുണ്ട്. നമ്മൾ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തിയെന്ന് പറയുമ്പോൾ ആ ഒരു കാര്യം കൂടി നമ്മളൊന്ന് പരിഗണിക്കേണ്ടതായിട്ടുണ്ട്. നമ്മൾ എപ്പോഴാണ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചത് എന്നുള്ളത് കൂടി ഒന്ന്, അല്ലെങ്കിൽ ആ ഒരു പട്ടിക പൂർത്തിയായത് കൂടി ഒന്ന് ചിന്തിക്കാനുണ്ട്. അതുപോലെ തന്നെ എനിക്ക് അറിയില്ല, ഞാൻ താരതമ്യേന നിങ്ങളെയൊക്കെ സംബന്ധിച്ച് നോക്കുമ്പോൾ അനുഭവ സമ്പത്ത് കുറച്ച് കുറവുള്ള ആളാണ്. അപ്പോൾ ചരിത്രത്തിൽ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. അതായത് ഒരു മന്ത്രിയെ പ്രഖ്യാപിച്ചിട്ട്, സ്ഥാനാർത്ഥിയായിട്ട് ഒരു മന്ത്രിയെ പ്രഖ്യാപിച്ചിട്ട് അയാള് പ്രചരണത്തിന് ഇറങ്ങാതെ ഞാൻ അവിടെ ഇല്ല, ഞാൻ മത്സരിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് വേറെ മണ്ഡലത്തോട്ട് മാറ്റേണ്ട ഒരു അവസ്ഥ മുമ്പ് ഏതെങ്കിലും ഉണ്ടോന്ന് എനിക്കറിയില്ല, ചരിത്രത്തിലുണ്ടോന്ന് എനിക്കറിയില്ല. അപ്പോ അത്തരം അവസ്ഥയിലൊന്നും എന്തായാലും കോൺഗ്രസ് വന്നിട്ടില്ല എന്ന് ഞാൻ ഒരു കുഞ്ഞിക്കണ്ണൻ സഖാവിനോടൊന്ന് ഈ ചർച്ചക്കിടയിലൊന്ന് സൂചിപ്പിക്കുകയാണ്. താങ്കൾ നേരത്തെ സ്ഥാനാർത്ഥി പട്ടികയെ കുറിച്ച് പറഞ്ഞതുകൊണ്ട്. അതുപോലെ തന്നെ താങ്കൾ പറഞ്ഞ മറ്റൊരു കാര്യം, പ്രതിഭ MLAക്ക് എതിരെ ഉണ്ടായിരുന്ന ആക്ഷേപം, അത് തീർച്ചയായിട്ടും അത് ആരാണെങ്കിലും, അത് കോൺഗ്രസിന്റെ നേതാവ് ആയിക്കോട്ടെ, ഒരു അണിയായിക്കോട്ടെ, അത് ചെയ്യാൻ പാടില്ല. കോൺഗ്രസ് എന്നല്ല, UDFന്റെ ഒരാളും ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ്. അത് ഒരിക്കലും ഒരു വ്യക്തിഹത്യ എന്ന നിലയിലോട്ട് പോകാൻ പാടില്ല എന്നുള്ളതാണ്. ആ ഒരു ഖേദപ്രകടനത്തിന് ശേഷം അടുത്ത സ്ഥാനാർത്ഥിയായിട്ടുള്ള M. ലിജു തന്നെ പറഞ്ഞു, എല്ലാ നേതാക്കന്മാർക്കും വേണ്ടി ഓൺ ബിഹാഫ് ഓഫ് ദം അദ്ദേഹം മാപ്പ് പറയാണെന്ന് പറഞ്ഞു. ആർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടാക്കിയെങ്കിൽ സോറി, അപ്പോഴും തികഞ്ഞ ബോധ്യത്തിൽ നിന്നല്ല ആ വ്യക്തി ഖേദപ്രകടനം നടത്തിയിരിക്കുന്നത്. M. ലിജു പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് അതല്ല. M. ലിജു പറഞ്ഞതല്ല, ഈ സ്ത്രീവിരുദ്ധ പരാമർശം നടത്തിയ ഇർഷാദിന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞു. അതിനുശേഷം M. ലിജു പരാമർശം നടത്തി. അദ്ദേഹം ഒരു സമുന്നതനായിട്ടുള്ള നേതാവാണ്, കോൺഗ്രസ് പാർട്ടിയുടെ അവിടുത്തെ സ്ഥാനാർത്ഥിയുമാണ്. അദ്ദേഹം പറഞ്ഞു 1% പോലും അതിനെ ന്യായീകരിക്കാൻ കഴിയില്ല എന്നുള്ളത് പറഞ്ഞു. പിന്നെ കുറച്ച് കാര്യങ്ങളും അദ്ദേഹം ചോദിക്കുന്നുണ്ട്,
അതായത് രമ്യ ഹരിദാസിനെതിരെ LDF കൺവീനർ ആയിട്ടുള്ള വിജയരാഘവൻ പറഞ്ഞ കാര്യങ്ങൾ ഉണ്ട്. ഒരു അങ്ങേയറ്റം സ്ത്രീ വിരുദ്ധ പരാമർശത്തെ മറ്റേതെങ്കിലും തെറ്റായ പരാമർശങ്ങൾ കൊണ്ട് ന്യായീകരിക്കുക സാധ്യമല്ല. ഒരാളും അതിനെ ഒരു നേതാക്കന്മാരെ ഒന്ന് അപലപിക്കുക പോലും ചെയ്തിട്ടില്ല ആ സമയത്ത്. അതും കൂടി ഒന്ന് കൂട്ടി വായിക്കണം. അപ്പൊ കോൺഗ്രസ് സംസ്കാരം വ്യത്യാസമുണ്ട്. അപ്പൊ അതുകൂടി ഞാനൊന്ന് കണ്ണസഖാവ് നേരത്തെ ഒരു വിഷയത്തിനെ കുറിച്ച് പറഞ്ഞുകൊണ്ട് ഞാൻ അതുകൂടി ഒന്ന് കൂട്ടിച്ചേർക്കുകയാണ്. ശരി, ഞാൻ ചോദിച്ചത് ഉള്ള കാര്യങ്ങൾ പറഞ്ഞു തീർന്നു എന്ന് കരുതുന്നു. ശരി, ശ്രീ ജേക്കബ് ജോർജ്, നോക്കൂ, ഇവിടെ ഇപ്പോ രമേശ് ചെന്നിത്തലയ്ക്കായി ഫ്ലെക്സുകൾ ഉയർന്ന സാഹചര്യം ഞാനിവിടെ ചൂണ്ടിക്കാട്ടി. 2 പ്രമുഖ നേതാക്കൾ അദ്ദേഹത്തെ പിന്തുണച്ചുകൊണ്ട് രംഗത്ത് വരുന്നുണ്ട്. മുഖ്യമന്ത്രിയാകാൻ ആഗ്രഹമുള്ള വ്യക്തിയാണ് താൻ എന്ന് രമേശ് ചെന്നിത്തല ഒന്നിലധികം വേദികളിൽ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം അത് പറയാൻ ബുദ്ധിമുട്ടുള്ള വ്യക്തിയല്ല, അദ്ദേഹത്തിന് ആ ക്ലെയിം ഉണ്ട്, അദ്ദേഹം അത് പറയേണ്ട ഇടത്തെല്ലാം പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ അദ്ദേഹം ആ കാര്യങ്ങൾ പുറമേക്ക് പറയുന്നില്ല. അധികാരം കിട്ടുക എന്നതാണ് പ്രധാനം എന്ന് തന്നെ രമേശ് ചെന്നിത്തല പറയുന്നു. ഉള്ളിൽ നേതാക്കൾ ഇങ്ങനെ പറയുമ്പോൾ രമേശ് ചെന്നിത്തലയ്ക്ക് ഒരുപക്ഷെ സന്തോഷമായിരിക്കാം. പക്ഷേ ഈ അഭിപ്രായ പ്രകടനങ്ങൾ അദ്ദേഹത്തിന് വിനയാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമോ? ഇപ്പോൾ നടക്കുന്ന ഈ ചർച്ചകൾ, അദ്ദേഹത്തിന്റെ പേര് പറഞ്ഞുണ്ടാകുന്ന നേതാക്കളുടെ ഈ പിന്തുണ എന്ന് പറയുന്നത് ചെന്നിത്തലയ്ക്ക് തന്നെ പാരയാകുമോ? കോൺഗ്രസിന്റെ പറഞ്ഞോളൂ. കാര്യം കൂടെ ഒന്ന് ആഡ് ചെയ്തോട്ടെ, ഒരു ചെറിയൊരു കാര്യം. പറഞ്ഞു. അതായത് ഇർഷാദിനെതിരെ പാർട്ടി നടപടിയെടുത്തേക്കാണ് അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തതായിട്ട് ഇപ്പോൾ വാർത്ത വന്നിട്ടുണ്ട്. ശരി, നല്ല കാര്യം. അത് മാത്രമല്ല, പ്രതിഭ പരാതി കൊടുക്കുകയാണെങ്കിൽ അതിനകത്തും നടപടികൾ വേണമെന്നാണ് എന്റെ അഭിപ്രായം. ശക്തം കോൺഗ്രസിനുണ്ട്. ഇപ്പൊ നമ്മള് രാഹുലിന്റെ വിഷയത്തിലൊക്കെ നമ്മൾ കണ്ടതാണ്. ആദ്യം തന്നെ പാർട്ടി യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ സ്ഥാനത്ത് നിന്ന് മാറ്റി, അതിനുശേഷം അടുത്ത ആരോപണം വന്നപ്പോൾ പുറത്താക്കുകയും ചെയ്തു. അപ്പൊ മാതൃകാപരമായിട്ടുള്ള കാര്യങ്ങൾ കോൺഗ്രസ് ചെയ്യുന്നുണ്ട്. ഞാൻ കോൺഗ്രസ് കൾച്ചറിൽ അതുണ്ട്, അപ്പുറത്ത് അത് കാണുന്നേ ഇല്ല എന്നുള്ളതാണ്. ശരി, ശ്രീ ജേക്കബ് ജോർജ്, എന്റെ ചോദ്യത്തിന് മറുപടി. ചെന്നിത്തലയ്ക്ക് പാരയാവുമോ? അതെ, അത് ചെന്നിത്തലയ്ക്ക് പാരയാകുമോ എന്ന് പറയാറായിട്ടില്ല. പക്ഷേ അദ്ദേഹം കുറച്ചും കൂടെ ഒരു മിതത്വം കാണിക്കേണ്ടതായിരുന്നു. കഴിഞ്ഞ തവണ രമേശ് ചെന്നിത്തലയ്ക്ക് നല്ല ഒരു സുവർണ അവസരം കൈവെള്ളയിൽ വെച്ച് കിട്ടിയതാണ്. സാധാരണഗതിക്ക് ഒരു തിരഞ്ഞെടുപ്പിൽ ഐക്യജനാധിപത്യ മുന്നണി ജയിച്ചാൽ അടുത്ത തിരഞ്ഞെടുപ്പിൽ UDF ജയിക്കും, പിന്നീട് വരും. അങ്ങനെ ഓരോ ഓൾട്ടർനേറ്റീവ് കൃത്യമായ വേളകളിൽ ഈ നമ്മുടെ ഭരണം ഇങ്ങനെ കൈമാറിക്കൊണ്ടിരിക്കുകയാണ് കേരളത്തിലെ ജനത. അതാണ് ജനാധിപത്യത്തിൻ്റെ ഒരു സൗന്ദര്യവും അതാണെന്നാണ് ഞാനെപ്പോഴും പറയാറുള്ളത്. പക്ഷേ കഴിഞ്ഞ തവണ 2021 പിണറായി വിജയൻ അത് അദ്ദേഹത്തിൻ്റെ തന്ത്രം കൊണ്ടോ അദ്ദേഹത്തിൻ്റെ വൈദഗ്ധ്യം കൊണ്ടോ രാഷ്ട്രീയ തന്ത്രജ്ഞത കൊണ്ടോ അദ്ദേഹം ഭരണം തിരിച്ചു പിടിച്ചു, ഇടതുപക്ഷം പിടിച്ചു. അവിടെ രമേശ് ചെന്നിത്തലയുടെ കണക്കാണ് തെറ്റിയത്. നമ്മൾ മാധ്യമപ്രവർത്തകരുടെ കണക്കും തെറ്റി. പക്ഷേ അതുകൊണ്ട് അടുത്ത ചാൻസ് എനിക്ക് വേണം, അത് സ്വാഭാവികമായിട്ടും പ്രതിപക്ഷ നേതൃസ്ഥാനം അങ്ങനെ സതീശന് കൊടുത്തത് ശരിയായില്ല എന്നൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ വാദം. അത് പരസ്യമായിട്ടും വ്യക്തിപരമായിട്ടുമൊക്കെ അദ്ദേഹം പറയുന്ന കാര്യമാണ്, അദ്ദേഹത്തിൻ്റെ വാദമാണത്. അതിനോട് കോൺഗ്രസ് പാർട്ടിക്ക് എങ്ങനെ യോജിക്കാൻ കഴിയും എന്നുള്ളത് ആണിപ്പോൾ ചർച്ചയാവുന്നത്. അത് കോൺഗ്രസ് പാർട്ടിയുടെ തീരുമാനമാണ്. കോൺഗ്രസ് നേതാക്കളൊക്കെയും പറഞ്ഞിട്ടുണ്ട്, അടുത്ത മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുക്കുന്നത് അത് പാർട്ടി തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ ശേഷമാണ്. അത് അംഗങ്ങൾ കൂടി തീരുമാനിക്കുക. അതെന്തുമാവട്ടെ അത് കോൺഗ്രസിന് അതിൻ്റേതായ മാനദണ്ഡങ്ങൾ ഉണ്ടാക്കാം, യാതൊരു സംശയവുമില്ല. പക്ഷേ അതനുസരിച്ച് കഴിഞ്ഞ തവണ കിട്ടിയില്ല, അതുകൊണ്ട് ഇത്തവണ കിട്ടണം എന്ന് രമേശ് ചെന്നിത്തല പറയുമ്പോൾ ഇപ്പോൾ ആ വിഷയം എടുക്കാതിരിക്കുന്നതാണ് ബുദ്ധി. കാരണം ഇപ്പോൾ തന്നെ KC വേണുഗോപാൽ, രമേശ് ചെന്നിത്തല എന്നിങ്ങനെ പലരും ഈ രംഗത്തേക്ക് ഈ സ്ഥാനത്ത് മോഹിച്ച് നിൽപ്പുണ്ട് എന്നൊരു സംസാരം കേരളത്തിൽ പരക്കെയുണ്ട്. അതൊന്നും തിരഞ്ഞെടുപ്പിനെ ബാധിക്കരുതല്ലോ. ആദ്യം വിജയിച്ചു വരണം. കാരണം 99 സീറ്റുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെയാണ് തോൽപ്പിക്കേണ്ടത്. കുറഞ്ഞത് 71, 72, 73 സീറ്റെങ്കിലും കൈവശം കൊണ്ടുവരണം. ആകെ 21 സീറ്റേ ഐക്യജനാധിപത്യ മുന്നണിയുടെ കയ്യിലുള്ളൂ. പ്രഥമമായി പരിഗണിക്കേണ്ടത് ഈ സീറ്റുകൾ പിടിച്ചെടുക്കാനാണ്. കേവല ഭൂരിപക്ഷത്തിലേക്ക് കടക്കണമെങ്കിൽ അത് പോയാലേ പറ്റുകയുള്ളൂ.
ആ സീറ്റുകൾ പിടിച്ചടക്കിയാലേ പറ്റുള്ളൂ. അത് കിട്ടുമോ എന്നുള്ളതാണ് വിഷയം. അത് കിട്ടാൻ വേണ്ടി അശ്രാന്ത പരിശ്രമം നടക്കുമ്പോൾ ഇതുപോലെയുള്ള ജൽപ്പനങ്ങൾ ശരിയല്ല എന്നാണ് പ്രൊഫസർ PJ കുര്യനായാലും കെ സുധാകരനായാലും ആരൊക്കെ ആയാലും ഇത് ശരിയല്ല എന്ന് തന്നെയാണ് എൻ്റെ പക്ഷം. ശ്രീ KT കുഞ്ഞിക്കണ്ണൻ, നോക്കൂ, ഇവിടെ ഇപ്പോൾ കോൺഗ്രസിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ആഭ്യന്തര പ്രശ്നങ്ങളുണ്ട് എന്നതൊരു യാഥാർത്ഥ്യമാണ്. പക്ഷേ ഇപ്പോൾ അധികാരം നേടുക എന്നതാണ് പ്രധാനം. നേതാക്കൾക്ക് അങ്ങനെ ഒരു നിർദ്ദേശം ഹൈക്കമാൻഡിൽ നിന്ന് ലഭിച്ചിരിക്കുന്നു. നേതാക്കൾ ആരും തന്നെ, അത് KC വേണുഗോപാലാകട്ടെ, VD സതീശനാകട്ടെ, രമേശ് ചെന്നിത്തലയാകട്ടെ, ആരും തന്നെ ഈ വിഷയത്തിൽ മറ്റൊരു അഭിപ്രായം പറഞ്ഞിട്ടില്ല. വളരെ സൂക്ഷ്മമായാണ് അവർ അവരുടെ വാക്കുകൾ ഉപയോഗിക്കുന്നതെന്ന് തന്നെ കാണാം. ഇങ്ങനെ ഒരു ആഭ്യന്തര പ്രശ്നമുണ്ട് എങ്കിൽ പോലും നോക്കൂ, കോൺഗ്രസിനെ സംബന്ധിച്ച് ശക്തമായ പ്രചരണ തന്ത്രങ്ങൾ ആവിഷ്കരിക്കാനും നടപ്പിലാക്കാനും കഴിയുന്നുണ്ട്. ഡീൽ വിവാദം മുന്നോട്ട് വെച്ചത് രമേശ് ചെന്നിത്തല, VD സതീശനാണ്. മറ്റ് നേതാക്കൾ ഉൾപ്പെടെ അതുമായി ബന്ധപ്പെട്ട് രംഗത്ത് വരുന്നു. ഇന്ന് ഖർഗെ വന്ന് പറയുന്നത് ഇവിടെ BJP മത്സരിക്കുന്നത് തന്നെ LDFന് ഭരണം നേടിക്കൊടുക്കാനാണ് എന്ന് കോഴിക്കോടിന്റെ മണ്ണിൽ ഖർഗെ പറയുകയാണ്. ആരാണ് BJPയെ നേരിടുന്നതിൽ മുമ്പിൽ നിൽക്കുന്നത് എന്നതൊരു പ്രധാനപ്പെട്ട വിഷയമായിരിക്കുകയാണ്. അങ്ങനെ ഒരു അജണ്ട സെറ്റ് ചെയ്യുകയും അത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നത്. മുഖ്യമന്ത്രിയുടെ തുടരെ വരുന്ന പരാമർശങ്ങൾ, അദ്ദേഹത്തിന്റെ മാനറിസം ഒക്കെ ചർച്ചയാക്കുകയാണ്. അങ്ങനെയുള്ള വലിയ വലിയ വിഷയങ്ങൾ ജനങ്ങൾക്ക് മുന്നിലേക്ക് എടുത്തിടുമ്പോൾ നിങ്ങൾ 10 വർഷം കൊണ്ട് കൊടുത്തതിനേക്കാൾ കൂടുതൽ വീട് ഞങ്ങൾ കൊടുത്തിട്ടുണ്ട് 5 വർഷം കൊണ്ട് ഉമ്മൻചാണ്ടി എന്ന് പറയുകയാണ്. കണക്കുകൾ സഹിതം വെല്ലുവിളിക്കുകയാണ്. അങ്ങനെ നിരവധിയായിട്ടുള്ള വിഷയങ്ങൾ, വിലക്കയറ്റമൊക്കെയുള്ള വിഷയങ്ങൾ ഇങ്ങനെ ചർച്ചയാക്കുമ്പോൾ കോൺഗ്രസിൽ ഒരു ആഭ്യന്തര പ്രശ്നം അല്ലെങ്കിൽ മുഖ്യമന്ത്രിയാകാൻ തർക്കമുണ്ട് എന്നത് ജനങ്ങളെ ആ രീതിയിൽ സ്വാധീനിക്കുന്ന ഒരു വിഷയമായി മാറുമോ? അല്ല, കോൺഗ്രസിലെ തർക്കമല്ലല്ലോ ഈ തെരഞ്ഞെടുപ്പിലെ പ്രധാനപ്പെട്ട വിഷയം. കോൺഗ്രസ് ജന്മന അതിന്റെ ഒരു നൈസർഗികമായി തന്നെ ഇത്തരം സമ്മർദ്ദ ഗ്രൂപ്പുകളുടെയും ഇത്തരത്തിലുള്ള താല്പര്യ വിഭാഗങ്ങളുടെയൊക്കെ തന്നെ അന്തർചിത്രം നിലനിൽക്കുന്ന ഒരു പ്രസ്ഥാനമാണ്. കാരണം ഇന്ത്യയിലെ ഒരു ഭരണവർഗ പാർട്ടിയാണല്ലോ കോൺഗ്രസ്. ഈ കേരളത്തിലെ കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ആരോഗ്യ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലും സ്വകാര്യ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും അതേപോലെ തന്നെ റിയൽ എസ്റ്റേറ്റ് ബിസിനസ് ഒക്കെ നടത്തുന്ന ആളുകളുടെ മുന്നണിയല്ലേ ഐക്യ ജനാധിപത്യ മുന്നണി എന്ന് പറയുന്നത്. എല്ലാ തരത്തിലുള്ള സ്റ്റേറ്റ് ഇടപെടലെയും നിഷേധിക്കുന്ന, എല്ലാം സ്വകാര്യ മേഖല ചെയ്യട്ടെ എന്ന് ചിന്തിക്കുന്ന, ഒരു ഗ്ലോബലൈസേഷനെ ചുവട് പിടിച്ച് പ്രവർത്തിക്കുന്ന, അത് പ്രത്യയശാസ്ത്രമാക്കിയിട്ടുള്ള പാർട്ടിയല്ലേ കോൺഗ്രസ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കോൺഗ്രസിനകത്ത് എന്തെങ്കിലും വിള്ളലുണ്ടെന്ന് നോക്കി നടക്കുന്ന ആളുകളല്ല ഞങ്ങൾ കേരളത്തിലെ ജനങ്ങളുടെ ഉത്തമമായ താല്പര്യങ്ങളെ മുൻനിർത്തി അവർക്ക് വെള്ളം, ഭക്ഷണം, വീട്, വൈദ്യുതി, ഇന്റർനെറ്റ് കണക്ഷൻ, അങ്ങനെ അടിസ്ഥാന ജീവിതത്തെ ആകെ ഉറപ്പുവരുത്തി ഒരു വികസിത സമൂഹമായി കേരളത്തെ മാറ്റാനാവശ്യമായ ഇൻഫ്രാസ്ട്രക്ചർ സംവിധാനങ്ങൾ വികസിപ്പിച്ച് അതൊക്കെ ജനങ്ങളോട് വിശദീകരിച്ചുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. അപ്പോൾ ഈ കനകലൂരിന്റെ സിദ്ധാന്തം അനുസരിച്ച് വളരെ വൈകാരികമായി ഇങ്ങനെ നുണകൾ പറഞ്ഞാൽ നുണകൾ അങ്ങ് ജനങ്ങൾ വിശ്വസിക്കും എന്ന് ഈബൽസിന്റെ സന്തതികൾ ഇപ്പോഴും കരുതുന്നുണ്ടാക്കാം. പക്ഷെ അതിനെയൊക്കെ പൊളിക്കാൻ കഴിയുന്ന രീതിയിൽ ജനങ്ങളുടെ അനുഭവങ്ങൾ അവരുടെ മുമ്പിലുണ്ട്. ജീവിത അനുഭവങ്ങൾ എന്ന രാഷ്ട്രീയം ജനങ്ങളുടെ മുമ്പിലുണ്ട്. ഈ കേരളത്തിൽ ഈ മാറ്റമൊക്കെ ഉണ്ടാക്കിയത് ആരാണെന്നറിയാം. സർക്കാർ ആശുപത്രികളൊക്കെ എന്തായിരുന്നു കോൺഗ്രസ് ഭരിക്കുന്ന UDF ഭരിക്കുന്ന കാലത്ത് കേരളത്തിലെ ജനങ്ങൾക്കറിയാം. നമ്മുടെ പൊതുവിദ്യാഭ്യാസം എന്തായിരുന്നു എന്ന് കേരളത്തിലെ ജനങ്ങൾക്കറിയാം. ആ രംഗത്തൊക്കെ വന്നിരിക്കുന്ന വിസ്മയകരമായ മാറ്റങ്ങൾ എല്ലാവരുടെയും ജീവിത അനുഭവങ്ങളാണ്. ആ അനുഭവങ്ങൾക്ക് മുമ്പില് ഖാർഗെയല്ല, അയാളേക്കാൾ വലിയ ആള് വന്നിട്ട് ഇവിടെ ഡീലാണെന്ന് പറഞ്ഞ ആരും വിഷയം. അദ്ദേഹം കർണാടകക്കാരനല്ലേ. അദ്ദേഹം ഡീലിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഇന്ത്യയിൽ കഴിഞ്ഞ 10 വർഷക്കാലത്തിനിടയിൽ 112 MP കോൺഗ്രസിന്റെ സമുന്നതരായ നേതാക്കൾ BJPയിലേക്ക് പോയിട്ടുണ്ട്. BJPയുടെ രാഷ്ട്രീയ നേതൃത്വമായിരിക്കുന്ന ഒരു അടിത്തറ എന്ന് പറയുന്നത് അത് പ്രദാനം ചെയ്ത ആരാണ്? കോൺഗ്രസ് ആണ്. 122 മുൻ MLA BJPയുടെ നേതൃത്വത്തിലുണ്ട് വിവിധ സംസ്ഥാനങ്ങളിലായിട്ട്. എത്രയോ മുഖ്യമന്ത്രിമാർ, 12 മുഖ്യമന്ത്രിമാര് ഖാർഗെയുടെ നാട്ടിലുള്ള SN കൃഷ്ണനെ പരേതനായി മരിച്ചുപോയി. അദ്ദേഹം ഉൾപ്പെടെയുള്ള ആളുകൾ ചെന്നിട്ടാണ് കേരളത്തിലും സമാനമായ അനുഭവങ്ങൾ പറയാനുണ്ടാകും കോൺഗ്രസ് പ്രതിനിധികൾക്ക്. എന്താ പറയാനുള്ളത്? ഇവിടെ നിന്ന് ഒറ്റപ്പെട്ട ഏതെങ്കിലും ഒരാൾ പോയി കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വത്തിലെ വർക്കിംഗ് കമ്മിറ്റിയിലെ ഉന്നതരായ ആളുകൾ, റിത്ത ബഹുണയെ പോലുള്ള ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനമായ UPയിലെ PCC അധ്യക്ഷ, ഇപ്പൊ നോക്കൂ രേണു, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതല്ലേ, ആസാമിലെ ഇന്ത്യയിൽ സംഘപരിവാറിന്റെ മുസ്ലിം വിരുദ്ധമായ ഇന്ത്യയുടെ ബഹുസ്വരതയ്ക്ക് ഭീഷണി ഉയർത്തുന്ന ഏറ്റവും വലിയ അജണ്ടയുടെ കാർമികനാരാണ്? നമ്മളെല്ലാം ഓർമ്മയിൽ, ഞാനൊക്കെ രാഷ്ട്രീയത്തിൽ വന്നതിന് ശേഷം വന്നാണല്ലോ ഹിമന്ത് ബിശ്വാസ PCCയുടെ നേതാവ് ഇരുന്ന് നേരിട്ട് തൃണമൂൽ കോൺഗ്രസ് പോയി. ആ തൃണമൂൽ കോൺഗ്രസ് എൻ ബ്ലോക്ക് ആയിട്ട് BJP പോയി. അവിടുത്തെ ആസാമിലെ BJP എന്ന് പറയുന്നത് പഴയ കോൺഗ്രസ്സുകാരാ. ത്രിപുരയിലെ BJP എന്ന് പറയുന്നത് തൃണമൂൽ കോൺഗ്രസ് വഴി BJPയിലെത്തിയ
PCC നേതാക്കന്മാരാണ്. ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും കോൺഗ്രസിന്റെ അടിത്തറയിൽ നിന്നാണ് രേണു ഈ BJP ഇന്ന് ശക്തിപ്പെട്ടത്. BJPയെ ദേശീയ അധികാരത്തിലേക്ക് എത്തിക്കുന്നതിന് കോൺഗ്രസിനുള്ള എത്രയാണ്? ഈ രാജ്യത്തെ ഈ രീതിയിൽ വർഗീയവൽക്കരിക്കുന്ന, ഈ രാജ്യത്തിന്റെ ആത്മാവിന് തീ കൊടുക്കുന്ന പണിയെടുത്തത് ആരാണ്? സംഘപരിവാറിന് അതിന് സൗകര്യം ഉണ്ടായി കൊടുത്തത് ആരാണ്? ബാബരി മസ്ജിദ് തർക്കപ്രശ്നമാക്കി മാറ്റി അതിന് അവർക്ക് അവിടെ അയോധ്യയിലെ 400 ചില്ലാനം വർഷക്കാലം ഫൈസാബാദിലെയും അയോധ്യയിലെയൊക്കെ മുസ്ലിങ്ങൾ തലമുറകളായി നിസ്കരിച്ചു പോകുന്ന ഒരു പള്ളിയുടെ സ്ഥലത്ത് അവിടെ ക്ഷേത്രം പണിയാനുള്ള എല്ലാ സൗകര്യവും, ബാബരി മസ്ജിദിന്റെ കുംഭകോണങ്ങൾക്ക് തകർക്കാൻ കർഷകർക്ക് എല്ലാ സൗകര്യവും ചെയ്തു കൊടുത്തത് ആരാണ്? കോൺഗ്രസ്സുകാരല്ലേ? ഇതെല്ലാം നഗ്നമായ യാഥാർത്ഥ്യമായി നമ്മുടെ മുമ്പിൽ ഉണ്ടാവുമ്പോൾ അതിനൊക്കെതിരായിട്ട് വിട്ടുവീഴ്ചയില്ലാത്ത വളരെ പ്രത്യയശാസ്ത്രബദ്ധമായ നിലപാട് സ്വീകരിച്ച പിണറായി വിജയനും CPM-ഉം ഡീലുണ്ട് എന്ന് പറഞ്ഞ ആരാ വിശ്വസിക്കുക? ഈ പിഷാരടിയെ പോലുള്ള ആളുകളെ കൊണ്ടുവന്ന് പാലക്കാട് സ്ഥാനാർത്ഥിയായിരിക്കും. അവിടെ ഈ ഞങ്ങളുടെ പാർട്ടിയുടെ DC സെക്രട്ടറി പറഞ്ഞ അദ്ദേഹം അരസംഖ്യയാണെന്നാണ്. ഞാൻ പറയുന്നത് അദ്ദേഹം മുക്കാൽ സംഖ്യയാണെന്നാണ്. BJPയുടെ RSSന്റെ വീക്ഷണത്തിൽ നിന്നുകൊണ്ടാണ് അദ്ദേഹം ലോകത്തുള്ള എല്ലാ സംഭവങ്ങളെയും കാണുന്നത്. ഒരു സംഖ്യ എന്ന് പറഞ്ഞില്ലല്ലോ എന്നതാണ് ആശ്വാസം എന്നാണ് പിഷാരടി ഇതിനൊക്കെ മറുപടിയും പറഞ്ഞത്. എന്തായാലും ഇപ്പോ KT കുഞ്ഞിക്കണ്ണൻ തന്നെ ഒരു സംഖ്യ കലാകാരനാണ്, ഒരു സംഖ്യ എന്ന് പറഞ്ഞിരിക്കുകയാണ്. പ്രതികരണമല്ലല്ലോ രാഷ്ട്രീയം. ഒരു തമാശക്കാരനായ ആളുടെ പൊതുബോധത്തെ ഇക്കിളിപ്പെടുത്തുന്ന എന്തെങ്കിലും ഒരു നിലപാടല്ലല്ലോ രാഷ്ട്രീയം എന്ന് പറയുന്നത്. രാഷ്ട്രീയം എന്ന് പറയുന്നത് വളരെ ഒബ്ജക്റ്റീവാണ്. ഒബ്ജക്റ്റീവായി നമ്മൾ സമകാലീന ഇന്ത്യയുടെ ചരിത്രം പഠിക്കുമ്പോൾ BJPയെ വളർത്തിയത്, BJPയുമായി ഡീലുണ്ടാക്കിയത് ആരാണ്? 1950-ൽ EMS സർക്കാരിന് അട്ടിമറിച്ച വിമോചന സമരത്തിൽ ജനസംഘവുമായി കൂട്ടിച്ചേർന്നവരാണ് ഇവിടുത്തെ കോൺഗ്രസ്സുകാര്. 60-ല് ഞാനൊന്ന് പറഞ്ഞു നിർത്തിക്കോട്ടെ. 60-ൽ പട്ടാമ്പിയിൽ EMS മത്സരിച്ചപ്പോ EMSനെതിരായിട്ട് BJPയുടെ ആ ജനസംഘത്തിന്റെ സ്ഥാനാർത്ഥിയെ പിൻവലിപ്പിച്ച് EMS വിരുദ്ധ വോട്ടുകൾ ഭിന്നിച്ചു പോകാതിരിക്കാൻ ദേശീയ തലത്തിൽ തന്നെ കോൺഗ്രസ് ഇടപെട്ട സ്ഥലമാണ് കേരളം. അപ്പോൾ ഡീൽ വിവാദമേശില്ല എന്നതാണ് അദ്ദേഹം പറയുന്നത്. നമ്മുടെ സമയം കുറവായതുകൊണ്ടാണ് ഞാൻ ഇടപെടുന്നത്, ക്ഷമിക്കുക. ശ്രീ ജോർജ് പൊടിപ്പാറ, നോക്കൂ, ഇവിടെ ഇപ്പോ കർണാടകയുടെ മാതൃകയിൽ ഇവിടെ തീർപ്പുണ്ടാക്കും എന്നതാണ് VD സതീശൻ പറഞ്ഞത്. കർണാടകയിൽ എന്താണ് സംഭവിച്ചതെന്ന് നമ്മൾ കണ്ടതാണ്. ഏതൊക്കെ തരത്തിൽ അനിശ്ചിതത്വം അവിടെ നിലനിന്നു, പിന്നീട് തുടർച്ചയുണ്ടായി, 2 വർഷം കഴിയുമ്പോഴും പിന്നെയും തർക്കമുണ്ടായി, പിന്നെയും അത് പരിഹരിക്കുന്ന സാഹചര്യമൊക്കെ കർണാടകയിൽ ഉണ്ടായിട്ടുണ്ട്. മാത്രവുമല്ല പാർലമെന്ററി പാർട്ടി MLA-മാരുടെ പിന്തുണ നോക്കിയാണ് തീരുമാനം ഉണ്ടാവുക എന്ന് പറയുന്നു. ഇവിടെ ഇപ്പോൾ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ടുണ്ടായ തർക്കം എന്ന് പറയുന്നത് ആ മേധാവിത്വം ഉറപ്പിക്കലാണല്ലോ. അവിടെ KC വേണുഗോപാലിന് അനിഷേധ്യമായ മുൻതൂക്കം ഉണ്ട് എന്നതാണ് മനസ്സിലാകുന്നത്. ഈ ക്ലെയിം ഉന്നയിക്കുന്ന പ്രതിപക്ഷ നേതാവിനായാലും രമേശ് ചെന്നിത്തലയ്ക്കായാലും തുലോം തുച്ഛമാണ് അവരുടെ പേരിൽ കൊണ്ടുവരാൻ പറ്റിയിട്ടുള്ള സ്ഥാനാർത്ഥികൾ. അതിന്റെ അസ്വസ്ഥതയൊക്കെ പ്രതിപക്ഷ നേതാവിന്റെ മുഖത്ത് നമ്മൾ ആ ചർച്ചകൾ പുരോഗമിക്കുമ്പോൾ കണ്ടതാണ്. പിന്നീട് വന്ന് മാധ്യമങ്ങളെ പഴിചാരിയിട്ടുണ്ട് എങ്കിലും അപ്പോൾ വരാൻ പോകുന്ന വലിയ ഭൂകമ്പത്തിന്റെ തുടക്കങ്ങളാണോ നമ്മൾ കണ്ടു തുടങ്ങുന്നത്? ഇപ്പോൾ രേണു എന്താണ് സ്ഥാപിച്ചെടുക്കാൻ ശ്രമിക്കുന്നതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇത്രത്തോളം ഏകപക്ഷീയമായിട്ട് അല്ലെങ്കിൽ ഇത്രത്തോളം മുൻവിധിയോടെ ഈ കാര്യങ്ങളെ കാണേണ്ട ആവശ്യം എന്താണ്? രേണുവിനെ സംബന്ധിച്ചിടത്തോളം എന്നോ വരാനിരിക്കുന്ന ഒരു ഭൂകമ്പത്തെക്കുറിച്ച് ഇപ്പോഴേ പ്രവചിച്ച് അതുണ്ടാക്കാൻ പോകുന്ന കെടുതികളെക്കുറിച്ചും വിനാശത്തെക്കുറിച്ചും ഒരു ഏതോ ഒരു ബ്ലാക്ക് പ്രോഫറ്റിനെ പോലെ സംസാരിക്കേണ്ട ആവശ്യമുണ്ട്. ഇതിപ്പോ ഈ തെരഞ്ഞെടുപ്പ് ഞാൻ ഉണ്ടാക്കിയതല്ലോ. PJ കുര്യനും K സുധാകരനും അഭിപ്രായം പറഞ്ഞതുകൊണ്ട് നമ്മുടെ ചർച്ച ഇതായി പോയതാണ്. ഇതൊന്നും അറിയാത്ത നേതാക്കളല്ല ആ പറഞ്ഞിട്ടുള്ളത്. രേണുവിന്റെ സംസാരത്തില് എന്തൊക്കെയോ സംഭവിക്കണം എന്നൊരു വാശിയുള്ളത് പോലെ അത്തരത്തിലുള്ള ഒരു വാശി ഒരു ആങ്കർക്ക് ആവശ്യമില്ല. എനിക്കൊരു വാശിയില്ല. കോൺഗ്രസിന് തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് കോൺഗ്രസിന് തന്നെ വലിയ ആത്മവിശ്വാസം ഉണ്ടായിരുന്നു. സ്ഥാനാർത്ഥി നിർണയത്തിന് ഡൽഹിയിൽ പോകുന്നത് വരെ ആ ആത്മവിശ്വാസം ഇപ്പൊ ഉണ്ട് എന്ന് താങ്കൾക്ക് പറയാൻ പറ്റുമോ? ആ ആത്മവിശ്വാസവും സാഹചര്യവും ഇപ്പൊ ഉണ്ടെന്ന് താങ്കൾക്ക് പറയാൻ പറ്റുമോ? ഇതിനു മുമ്പ് എത്രയോ തവണ ഇതിലൊക്കെ വലിയ തർക്ക വിതർക്കങ്ങൾക്ക് വേദിയായിട്ട് നമ്മൾ കണ്ടതാണ്. ഇവിടെ ഒരു വശത്ത് ഏകപക്ഷീയമായിട്ട് ഇതിനു മുമ്പ് CPM-ൽ കണ്ട കാര്യങ്ങളാണോ ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്? G സുധാകരനെ പോലെ ഒരാള് കലാപം ഉണ്ടാക്കി പുറത്തു വരുന്നു, അദ്ദേഹത്തെ ഭൂലോക ചെറ്റ അല്ലെങ്കിൽ ചെറ്റത്തരം എന്ന് പറഞ്ഞ് ആക്ഷേപിക്കുന്നു, അത് വലിയ പ്രശ്നമാകുന്നു. അപ്പുറത്ത് കുഞ്ഞികൃഷ്ണൻ പറയുന്നു, അദ്ദേഹം പുറത്തു വരുന്നു. അപ്പുറത്ത് MT ഗോവിന്ദൻ പുറത്തു വരുന്നു. ശ്രീ ജോർജ് പൊടിപ്പാറ, അമ്പലപ്പുഴയിൽ അല്ലെങ്കിൽ ആലപ്പുഴയിലെ സിംഹമാണ് G സുധാകരനെങ്കിൽ കണ്ണൂരിലെ സിംഹമാണ് പറയുന്നത് ചെന്നിത്തലയ്ക്കാണ് എന്റെ പിന്തുണയെന്ന്. ആ സിംഹം മുഖ്യമന്ത്രിയെ കുറിച്ചല്ലേ പറഞ്ഞുള്ളൂ, പാർട്ടിയെ കുറിച്ചല്ലല്ലോ. പാർട്ടി വിട്ട് പുറത്തു പോയിട്ടില്ലല്ലോ.
രേണു അതിനകത്തൊന്നും കാണാത്ത ഒരു മഹാസംഭവമായിട്ട് ഏതോ നേതാക്കള് പ്രസംഗമധ്യ അഭിമുഖത്തിലോ ഇങ്ങനെ ഒരു സൂചന പറഞ്ഞതാണ് ഈ രാഷ്ട്രീയത്തിലെ ഏറ്റവും വലിയ ഭൂകമ്പം. കേരള രാഷ്ട്രീയത്തില് അവരിപ്പോ ഒരു മുഖ്യമന്ത്രിയുടെ പേര് പറയുന്നൊന്നും അല്ല ഇവിടുത്തെ പ്രശ്നം. ഇവിടുത്തെ യഥാർത്ഥ പ്രശ്നം രണ്ട് മുന്നണികൾ തമ്മിൽ പല വിഷയങ്ങളെ ചൊല്ലി ഡീലടക്കമുള്ള പല വിഷയങ്ങളെ ചൊല്ലി തർക്കം ഉണ്ടാകും. കുഞ്ഞിക്കണ്ണൻ സഖാവ് പറയുന്നത് കേട്ടാൽ ഈ കൊഴിഞ്ഞുപോക്കൊക്കെ കോൺഗ്രസിൽ മാത്രമേ ഉള്ളൂ. അതായത് ബംഗാളിലും ത്രിപുരയിലും നമ്മുടെ പാർട്ടി എവിടെ എത്തി? അവിടെ ഇനി പോകാൻ ആരും ഇല്ലല്ലോ. മറ്റ് സംസ്ഥാനങ്ങളിൽ CPM ഇല്ലാത്തത് കൊണ്ട് കോൺഗ്രസ് നേരിടുന്ന ഒരു പ്രശ്നമില്ല. കാരണം അവിടെ ആർക്കും CPM ആളുണ്ടെങ്കിലല്ലേ, നേതാക്കളുണ്ടെങ്കിലല്ലേ BJP-യിലേക്ക് പോകാൻ പറ്റൂ. ആദ്യം തന്നെ പ്രിയപ്പെട്ട സഖാവിനോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ മുഖ്യ ശത്രു കോൺഗ്രസ് ആണോ? യഥാർത്ഥത്തിൽ ഇന്ത്യ എന്ന ആ വലിയ രാഷ്ട്രത്തെ പരിഗണിക്കുമ്പോൾ നമ്മൾ നേരിടേണ്ടത് ഏറ്റവും വലിയ വെല്ലുവിളി, ഏറ്റവും വലിയ വിപത്തായിട്ട് CPM-ഉം കോൺഗ്രസ് ഇന്ത്യ സഖ്യവും ഒക്കെ കാണുന്നത്. സഖാവിന്റെ വാക്കുകൾ വരുന്നത് BJP-യുടെ അതേ ഒന്ന് പറഞ്ഞോട്ടെ, എന്നിട്ട് താങ്കൾ പറഞ്ഞു BJP-യുടെ അതേ സ്വരം കോൺഗ്രസ് മുക്ത ഭാരതം, അതേ രീതിയിലുള്ള ആ ടോണില് താങ്കളുടെ നാവിൽ നിന്ന് വരുമ്പോൾ സങ്കടം തോന്നുന്നുണ്ട്. ഏതാണ്ട് യോജിക്കാവുന്ന മതേതരത്വത്തിന്റെ കാര്യത്തിലായാലും ശരി, വീക്ഷണങ്ങളുടെ കാര്യത്തിലായാലും ശരി, സോഷ്യലിസ്റ്റ് ആഭിമുഖ്യത്തിന്റെ കാര്യത്തിലായാലും CPM-ന് ഇന്ത്യയിൽ യോജിക്കാവുന്ന ഏറ്റവും നല്ല കക്ഷി അല്ലെങ്കിൽ ഏറ്റവും വലിയ കക്ഷി എന്ന് പറയുന്നത് കോൺഗ്രസ് ആണ്. എന്നിട്ട് പോലും ആ കോൺഗ്രസിനെ തകർക്കുക അല്ലെങ്കിൽ കോൺഗ്രസ് നശിക്കുമ്പോൾ എന്തിനാണ് ഇത്ര ആഹ്ലാദം കൊള്ളുന്നത്? ഇന്ത്യ ഒരു മതേതര രാഷ്ട്രമായിട്ട് നിൽക്കണമെങ്കിൽ അത് പിന്തുടരുന്ന കോൺഗ്രസും CPM-ഉം ഒക്കെ പരസ്പരം കോഎക്സിസ്റ്റൻസ് നശിപ്പിക്കാൻ ശ്രമിക്കരുത്. നമുക്കൊരു തെരഞ്ഞെടുപ്പിൽ വേണമെങ്കിൽ അങ്ങനെ തർക്കങ്ങൾ പറയാം, ആക്ഷേപിക്കാം. പക്ഷെ നശിച്ചു കാണുന്ന CPM നശിച്ചു കാണുന്നത് കോൺഗ്രസ് നശിച്ചേ തീരുമെന്ന് CPM-ഉം കരുതുന്ന സമകാലീന ഭാരതത്തിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ അസംബന്ധമാണെന്ന് കരുതുന്ന ഒരാളാണ് ഞാൻ. കോൺഗ്രസ് ചെയ്ത കാര്യങ്ങളൊന്ന് CPM ചെയ്ത വലിയ കാര്യങ്ങൾ അങ്ങ് പറയുന്നുണ്ടല്ലോ. ഇന്ത്യ മഹാരാജ്യത്തിന്റെ ചരിത്രം എടുത്ത് നോക്കുകയാണെങ്കിൽ ദേശീയ തൊഴിലുറപ്പ് പദ്ധതി പോലുള്ള ഒരു വലിയ പദ്ധതി, അതുപോലെ തന്നെ ഭക്ഷ്യ സുരക്ഷാ പദ്ധതി പോലുള്ള പദ്ധതികൾ, ഇങ്ങനെ അതുപോലെ തന്നെ വിവരാവകാശ നിയമം, പഞ്ചായത്തി രാജ് നിയമം, ഇന്ത്യ മഹാരാജ്യത്തിന്റെ ജനാധിപത്യ ഭാഗതയത്തെ ഒരു രാഷ്ട്രം എന്നുള്ള നിലയിൽ അഭിമാനിക്കത്തക്ക ഇത്രയും വലിയ പരിപാടികൾ നടപ്പാക്കിയ വേറെ ഏത് പാർട്ടിയുണ്ട് മാഷേ? ആ പാർട്ടിയാണ് ശാപം എന്ന രീതിയിൽ നിങ്ങൾ സംസാരിക്കുമ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് അത്ഭുതം തോന്നുകയാണ്. എന്താണ് നമ്മളൊക്കെ പറയാൻ ശ്രമിക്കുന്നത്? എന്താണ് സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത്? ആരാണ് ഇന്ത്യയിൽ വർഗീയത സൃഷ്ടിക്കുന്നത് എന്നുള്ള അടിസ്ഥാന താൽക്കാലിക രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി നമ്മൾ സംസാരിക്കാൻ പാടില്ല. പൊടിപ്പാറ മനസ്സിലാക്കേണ്ടത്, ഇവിടെ BJP അധികാരത്തിന് വരുന്നത് തടയാൻ 62 അംഗങ്ങൾ ഉണ്ടായിരുന്ന ഇടതുപക്ഷം UPA ഉണ്ടാക്കുന്ന ഇതിന് മുൻകൈയെടുക്കുകയും UPA-ക്ക് പിന്തുണ കൊടുക്കുകയും ഞങ്ങൾ പറഞ്ഞ അതിന്റെ ഉപാധികളായി ഞങ്ങൾ മുന്നോട്ട് വെച്ച കാര്യമാണ് നിങ്ങൾ ഇപ്പൊ ആഘോഷപൂർവ്വം പറയുന്ന തൊഴിലുറപ്പും വിവരാവകാശം. ഓക്കെ, അല്ലെ നേരത്തെ കുഞ്ഞിക്കണ്ണൻ സഖാവ് പറയുന്നുണ്ടായിരുന്നു നമ്മളിവിടെ ഗ്ലോബലൈസേഷനെ കുറിച്ച്. അദ്ദേഹം ഗ്ലോബലൈസേഷനെ കുറിച്ച് പറയുമ്പോൾ ഗ്ലോബലൈസേഷൻ കൊണ്ടുവന്നത് മൻമോഹൻ സിംഗ് ആണെന്നൊക്കെ പറയുന്നത് നമുക്ക് മനസ്സിലാക്കാം. പക്ഷെ അദ്ദേഹം പറഞ്ഞ വേറെ ആംഗിളിലാണ്. ഇവിടുത്തെ കോൺഗ്രസ് നേതാക്കളൊക്കെ ഒരു ഗ്ലോബലൈസേഷന്റെ ചുവട് പിടിച്ച് മുന്നോട്ട് പോകുന്നതാണ് പറഞ്ഞത്. പക്ഷെ വേറെ ഒന്നും വേണ്ട. ഇപ്പോഴത്തെ ഏറ്റവും ലേറ്റസ്റ്റ് സ്ഥാനാർത്ഥി പട്ടിക, CPM-ന്റെ സ്ഥാനാർത്ഥി പട്ടിക ഒന്ന് നോക്കുക. അതില് പാലക്കാട് ഹോട്ടൽ ബിസിനസ് നടത്തുന്ന ആളാണ്, വേറെ സ്ഥലത്ത് സിഗരറ്റ് ഗ്ലോബലൈസേഷന്റെ ആളാണ്. അല്ലെ ഒന്ന് പറഞ്ഞോട്ടെ. ഒരാൾ ഹോട്ടൽ ബിസിനസ് നടത്തുന്ന ആളാ, ഒരാൾ സിഗരറ്റ് ബിസിനസ് നടത്തുന്ന ആളാ, ഒരാൾ ട്രാവൽ ബിസിനസ് നടത്തുന്ന ആളാ, വേറെ ആൾ ഗൾഫിൽ ബിസിനസ് ആരാൻ വന്നതാണ്, വേറെ ആൾ വിദേശ നാണയങ്ങളുടെ ബിസിനസ് നടത്തുന്ന ആളാ. നിറച്ചും ബിസിനസ്സുകാരാണ്. അപ്പൊ വേറെ പഴയ ചരിത്രത്തിലോട്ടൊന്നും പോണ്ട. ലേറ്റസ്റ്റ് സ്ഥാനാർത്ഥി പട്ടിക ഒന്ന് നോക്കിയാൽ മതി. അപ്പോ എവിടെയാണ് ഗ്ലോബലൈസേഷന്റെ ഇമ്പാക്ട് വന്നിട്ടുള്ളതൊക്കെ താങ്കൾക്കൊക്കെ അറിയാവുന്ന കാര്യമാണ്. വെറുതെ വന്നിങ്ങനെ സിദ്ധാർത്ഥം മാത്രം പറയില്ലേ. എനിക്ക് ബഹുമാനമുള്ള ഒരു വ്യക്തിയാണ്. അപ്പോ കുറച്ച് ഫാക്ട് ഇങ്ങനെ പറയണമെന്നൊന്ന് റിക്വസ്റ്റ് ഉണ്ട്. താങ്ക് യു ഈ ഓപ്പർച്യൂണിറ്റി കിട്ടിയതിന്. ശരി ശരി, ശ്രീ കെ ടി എന്തെങ്കിലും പറയാനുണ്ടോ? അല്ല, ഗ്ലോബലൈസേഷൻ എന്ന് പറയുന്നത് നമ്മുടെ സമ്പദ്ഘടനയെ ആകെ സ്വകാര്യവൽക്കരിക്കുന്നതാണ്, വിദേശ മൂലധനത്തിന് കൊടുക്കുന്നതാണ്. ഈ ഇറാനെതിരായിട്ട് യുദ്ധം നടത്താൻ ഈ ഇന്ത്യ പിന്തുണ കൊടുത്തത്
ആര് തുടങ്ങി വെച്ച ഇസ്രയേൽ നയതന്ത്ര ബന്ധത്തിന്റെ 25ാം വാർഷികത്തിലാണ് നരസിംഹറാവു കോൺഗ്രസ് പ്രധാനമന്ത്രിയായിരിക്കും ശരി ശരി, സമയത്ത് അതിലേക്ക് പോകാൻ നമുക്ക് എന്തായാലും സമയമില്ല. നമ്മുടെ വിഷയം കോൺഗ്രസിലെ ആഭ്യന്തര തർക്കമായിരുന്നു. അധികാരം കിട്ടിയാൽ മുഖ്യമന്ത്രി കസേര ആർക്ക് എന്നതിന്റെ തർക്കം തുടങ്ങി എന്നതായിരുന്നു നമ്മുടെ വിഷയം. അതാണ് നമ്മൾ ഈ ഗ്ലോബലൈസേഷനിൽ എത്തി നിൽക്കുന്നത്. എന്തായാലും കസേര തർക്കം തുടങ്ങിയോ എന്ന ചോദ്യം നമ്മൾ പ്രേക്ഷകരോട് ചോദിക്കുമ്പോൾ തുടങ്ങി എന്ന് പറയുന്നത് 52% പേരാണ്, അല്ല എന്ന് പറയുന്നത് 45% മാത്രം. നിഷ്പക്ഷമായ അഭിപ്രായം രേഖപ്പെടുത്തിയവർ 33%. വളരെ നന്ദി. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും. പ്രൈം ഡിബേറ്റ് പൂർണ്ണമാകുന്നു. നമസ്കാരം.